بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون اتخذوا أيمانهم جنة فصدوا عن سبيل الله إنهم ساء ما كانوا يعملون ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس أعاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സമാദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ 63-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുനാഫിഖൂൻ ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ നല്ല സന്ദർഭങ്ങൾ അല്ലാഹുവിൻ്റെ ഖുർആൻ കൂടുതൽ മനസ്സിലാക്കാനും അതുവഴി നമ്മുടെ വിശ്വാസവും കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച രൂപഭാവങ്ങളിലേക്ക് ക്രമീകരിക്കാനും
നമ്മുടെ ഈ സദസ്സ് അള്ളാഹു നമുക്ക് വലിയ കാരണമാക്കി തരട്ടെ. യഥാർത്ഥ ഈമാനോടെ ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി ഈ ലോകത്തുനിന്ന് വേർപിരിയുന്ന നല്ല ആളുകളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ സദസ്സുകളിൽ സംബന്ധിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സൂറത്തുൽ ജുമുഅ അതിൻ്റെ തൊട്ടടുത്തുള്ള സൂറത്താണ് സൂറത്തുൽ മുനാഫിഖൂൻ. ഈ രണ്ട് സൂറത്തും വെള്ളിയാഴ്ച രാത്രിയിലെ ഇശാ നിസ്കാരത്തിലും പകല് സമയത്ത് ജുമുഅ നിസ്കാരത്തിലും ഓതൽ സുന്നത്തുള്ള രണ്ട് സൂറത്തുകളാണ്. അത് പള്ളിയിലെ ഉസ്താദിന് മാത്രമല്ല, നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. വീട്ടിലാണ് ജമാഅത്ത് നടക്കുന്നതെങ്കിലും ഒറ്റക്കാണ് നിസ്കരിക്കുന്നതിലൊക്കെ സുന്നത്തുണ്ട്. പള്ളിയിലെ ആളുകളൊക്കെ വരുമ്പോൾ അവരൊക്കെ ഒന്ന് കേട്ടോട്ടെ എന്ന് എഴുതിയൊരു ജുമുഅയും മുനാഫിഖൂനും അങ്ങനെ മാത്രമുള്ള സുന്നത്തല്ല. ഇശായിന്റെ ജമാഅത്ത്, ഇശായിന്റെ നിസ്കാരം നമുക്കൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആഴ്ചകളിൽ ആവർത്തിക്കപ്പെടുന്ന, ആവർത്തിച്ച് ഓതൽ സുന്നത്തുള്ള സൂറത്തുകളിൽ ഇടം പിടിച്ച സൂറത്താണ് ഈ സൂറത്തുൽ മുനാഫിഖൂൻ. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലെ 8 ആയത്തുകളിലായി മുനാഫിഖുകളുടെ സ്വഭാവം പഠിപ്പിക്കുകയാണ്. ഇത് നമ്മൾ പഠിക്കുന്നത് ആ സ്വഭാവം സ്വീകരിക്കാനല്ല, വർജിക്കാനാണ്. ഖുർആൻ പറഞ്ഞ സ്വഭാവമല്ലേ എന്ന് കരുതി സ്വീകരിക്കാനുള്ളതല്ല, സൂക്ഷിക്കാനുള്ളതാണ്. അതിലായി പോകരുത്, പെട്ടുപോകരുത്. അതിന് കാരണമാകുന്ന വാക്കും പ്രവൃത്തിയും ചിന്തയും വന്നു പോകരുത് എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ പേടിയോടെ സൂക്ഷിക്കേണ്ടതാണ് നിഫാഖ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും സ്വഹാബത്തിനെ കണ്ട് ജീവിച്ച മഹാനാണ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നുണ്ട്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അദ്റക്തു 20 മിന സ്വഹാബ, 20 സ്വഹാബത്തിനെ കണ്ട് അനുഭവിച്ച് ഞാൻ ജീവിച്ചു. കുല്ലുഹും കാനൂ യഖാഫൂന നിഫാഖ്, ആ സ്വഹാബിമാർക്ക് മുഴുവനും നിഫാഖ് വല്ലാത്ത പേടിയായിരുന്നു. നിഫാഖ് 2 തരമുണ്ട്. വിശദമായി പറയണ നമ്മളെ സമയത്തിന്റെ പരിമിതിക്ക് അനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ പറയും. ആയത്ത് ഓതി അർത്ഥം വെച്ച് തീരുമാനമല്ലോ. 11 ആയത്തുകളുണ്ട്. 3 ദിവസം അതിന് പോരാ. എന്നാലും നമ്മളിങ്ങനെ ഇൻഷാ അല്ലാഹ് റെഡിയാക്കി പറയും. സാധാരണ നമ്മൾ 6 ദിവസം എടുത്ത് സംസാരിക്കുന്ന ഒരു മാറ്ററാണ്. 3 ദിവസം കൊണ്ട് നമ്മൾ പരിമിതപ്പെടുത്തി പറയും ഇൻഷാ അല്ലാഹ്. വിശദമായിട്ട് വേറെ എവിടെന്നെങ്കിലും പ്രഭാഷണങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതും പഠിക്കണം. ഞാനീ പറയുന്നത് മാത്രമാണ് ഇതിന്റെ തഫ്സീർ എന്ന് മനസ്സിലാക്കാൻ പാടില്ല. വിശദമായി തന്നെ മഹാന്മാരായ ഖുർആൻ പണ്ഡിതർ വിശദീകരിച്ചിട്ടുണ്ട്. സമയ കുറവ് മൂലം ഇൻഷാ അല്ലാഹ് എല്ലാം ഉൾപ്പെടുത്തി പറയണല്ലോ, അതുകൊണ്ട് ചുരുക്കി പറയണം. 2 തരം നിഫാഖുണ്ട്, രണ്ടും പേടിക്കണം. ഒന്ന് വിശ്വാസ സംബന്ധിയായ നിഫാഖ്. വിശ്വാസത്തിൽ മായം ചേരുന്ന രൂപത്തിലുള്ള നിഫാഖ് വന്നാൽ രക്ഷല്ല. അതിൽ നിന്ന് മാറണം. മാറിയെങ്കിലേ രക്ഷയുള്ളൂ. നാളെ ആഖിറത്തിലെത്തിയിട്ട് പോലും ഷഫാഅത്തിന്റെ ഒരു പ്രതീക്ഷ ഉണ്ടാകൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നിഫാഖ്, അത്തരത്തിലുള്ള വിശ്വാസ സംബന്ധിയായ നിഫാഖാണ് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, കപടന്മാർ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ നിഫാഖ്. അതാണ് വിശ്വാസപരമായ കാപട്യം എന്ന് പറഞ്ഞാൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, സ്വഹാബത്തിനെ, മലായിക്കത്തിനെ,
അല്ലെങ്കിൽ വിശുദ്ധ ദീനിന്റെ ആശയങ്ങളെ, ഖുർആനിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്തവർ. അപ്പോ ഒരു കണക്കിന് അവരെ പറ്റി നാമമാത്ര മുസ്ലിങ്ങൾ എന്ന് പറയാം. എല്ലാ വിഷയങ്ങളും വിശ്വസിക്കാൻ കഴിയൂല. കുറച്ചൊക്കെ ഇങ്ങനെ വിശ്വസിക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉൾക്കൊള്ളും. വളരെ പ്രധാനമായും സ്വീകരിക്കേണ്ട കാര്യങ്ങൾ പോലും പലതും തള്ളും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇൻഷാ അല്ലാഹ് ആയത്തുകളോട് ഞാൻ വിശദീകരിക്കും, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനവും അനുധാവനവും. എല്ലാ വിഷയങ്ങളിലൊന്നും മുത്തുനബി തങ്ങളെ സ്വീകരിക്കാൻ കഴിയൂല. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉൾക്കൊള്ളാന്നല്ലാതെ അത് സ്വീകരിക്കുക. കാലോചിതമായി വർത്തമാന കാലത്ത് നമ്മുടെ ജീവിതത്തിന്റെ മോഡലിനോട്, രൂപത്തോട്, ഭാവത്തോട് ചേരുന്നൊക്കെ പറഞ്ഞ തിരക്കടില്ല, നല്ല നബിയ. അല്ല, നമുക്കത് സ്വീകരിക്കാൻ വളരെ സങ്കീർണതകൾ തരണം ചെയ്യണം, പ്രതിസന്ധികൾ സ്വീകരിക്കേണ്ടി വരും, എതിർപ്പുകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ആ വിഷയം ഉൾക്കൊള്ളണമെങ്കിൽ സ്വന്തം ശരീരത്തിന്റെ ഭാഗത്തുനിന്നും, കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും, സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഒക്കെ എതിർപ്പുകൾ അവഗണിക്കേണ്ടി വരും. എന്നാലും ആ ഒരു വിഷയം പഠിപ്പിച്ചത്, സ്വീകരിക്കാൻ പറഞ്ഞത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായതുകൊണ്ട് മാറ്റല്ല എന്ന അർത്ഥത്തിലുള്ള ഈമാൻ, അതാണ് യഥാർത്ഥ ഈമാൻ. അപ്പൊ പിന്നെ കാലോചിതമായി മാറൂല. വർത്തമാന കാലത്ത് ഇങ്ങനൊക്കെയല്ലേ എല്ലാരും എന്ന നിലക്ക് മാറൂല. അപ്പൊ ആ നിയമങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് മുനാഫിഖീങ്ങൾ ഇപ്പൊ നബിതങ്ങളെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ ആണയിട്ട് അതിശക്തമായ ഭാഷയിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ടും അല്ലാഹു തആല പറഞ്ഞല്ലോ, ആ പറഞ്ഞത് കേൾക്കേണ്ടത് നുണയാണ്. അതാണല്ലോ ഒന്നാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവരാ പറഞ്ഞ വാക്ക് സത്യല്ലേ, പറഞ്ഞ വാക്ക് സത്യാണ്. പക്ഷെ പറഞ്ഞ ആളുകളിലേക്ക് നോക്കുമ്പോൾ കളവാണ്. കാരണം അത് നാവിൽ തുമ്പിൽ മാത്രമേ ഉള്ളൂ. തങ്ങളോടുള്ള അനുധാവനവും ബഹുമാനവും തീരെ അവർക്ക് പറ്റൂല, അവർക്ക് പിടിക്കൂല. അനുകൂലമായിട്ട് നബിതങ്ങൾ വിധിച്ചാൽ സ്വീകരിക്കും. അല്ലാഹു തആലാന്റെ വിധിയാണിത്, ഞാൻ നിങ്ങൾക്ക് വിധിക്കുന്നത്, നിങ്ങൾക്ക് പ്രതികൂലായിരിക്കും, പക്ഷെ അതും സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് നമ്മളെ കിട്ടൂല, അതിന് നമുക്ക് പറ്റൂല. അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പറഞ്ഞോളി എന്ന് പറയും. അങ്ങനെ ധാരാളം വിധികളിൽ അവർ മാറി നിന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഈമാൻ അതിന്റെ തുലാസിൽ ഏത് പക്ഷത്താണ് എന്ന് വിലയിരുത്താൻ കഴിയുന്നത്. അതുകൊണ്ട് വിശ്വാസ സംബന്ധിയായ നിഫാഖ് ബാധിച്ചാൽ, അങ്ങനെയാണ് ഒരാൾ മരിച്ചു പോകുന്നതെങ്കിൽ അയാൾ എവിടെത്തും? നരകത്തിന്റെ ആഴിയിലെത്തും. വലൻ തജിദ ലഹും നസീറ, അവനെ രക്ഷപ്പെടുത്താൻ ഒരാളെയും നിങ്ങൾക്ക് കാണാൻ പറ്റൂല എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. ആ നിഫാഖ് ബാധിച്ചാൽ വളരെ പ്രശ്നമാണ്. വിശ്വാസ സംബന്ധിയായ നിഫാഖ് അത് ഇത്തരം വിഷയങ്ങളിലൊക്കെ വരാം. അതുകൊണ്ടാണ് ഖുർആൻ ആ വിഷയത്തെ പറ്റി പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹു തആല റബ്ബിനെ സത്യം ചെയ്ത് അല്ലാഹ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഫലാ വറബ്ബിക, നബിതങ്ങളെ നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, നിങ്ങളോട് തീരുമാനം തേടി വന്ന ആളുകളില്ലേ, ഞാനതിന്റെ സംഭവം പറയാം, അവർ വിശ്വസിക്കൂല. ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ അവർ വിശ്വസിക്കൂല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നം, ഒരു അഭിപ്രായ വ്യത്യാസം, ഒരു ഭിന്നത, അതിലവർ വിശ്വസിക്കൂല. ഹത്താ, തങ്ങളിങ്ങനെ അവർക്ക് വിധി പറയുന്ന സമയത്ത് തങ്ങളൊരു വിധി പുറപ്പെടുവിച്ചു. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത. ആദ്യം ഒരു വിധി ഒന്ന് കേൾക്കും, എന്നിട്ട് പ്രശ്നമുണ്ടോ പ്രയാസമുണ്ടോ, അത് സ്വീകരിക്കാൻ വല്ല പ്രതിസന്ധി ഉണ്ടോ എന്ന് നോക്കും. ഒരു പ്രതിസന്ധിയും ഇല്ലെങ്കിൽ അവർ സ്വീകരിക്കും, അല്ലെങ്കിൽ അവർ തള്ളും. ഇത് വിധിക്കുന്നത് ആരാ? നീതി മാത്രം വിധിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞങ്ങളാ വിധിക്കുന്ന അതിലിഞ്ഞ് മാറ്റി പറയാനൊന്നുമില്ല. ആ വിധി കറക്റ്റാണ്. പക്ഷെ അത് അനുകൂലല്ലാത്തത് കൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, സുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത. തങ്ങൾ തീരുമാനം പറഞ്ഞ വിഷയത്തിൽ അവർ ചേർത്തി നോക്കുമ്പോ, അഭിപ്രായപ്പെട്ടു നോക്കുമ്പോ തടസ്സങ്ങളൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല. വയസല്ലിമു തസ്ലീമ, അവർക്കത് പൂർണ്ണ സമ്മതാണ്. നാ വിശ്വസിക്കും. അല്ലേ വിശ്വസിക്കൂല, അത് ശരിയായിട്ടില്ല എന്ന് തുറന്നു പറയും. അതിന് ഉദാഹരണമായിട്ട് ഈ ആയത്തിറങ്ങാനുള്ള സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ 3 കാരണങ്ങൾ പറഞ്ഞത് കാണാം. ഒന്ന് ഞാൻ പറയട്ടെ, ഒക്കെ കൂടി പറയാൻ നേരല്ല. ഒന്ന്, മദീനയിൽ ഒരു വെള്ളത്തിന്റെ വിഷയത്തിൽ ഒരു യഹൂദിയും മുനാഫിഖും തമ്മിൽ തർക്കമുണ്ടായി. വെള്ളം പൊതുവെ ലോകത്ത് തർക്കമുള്ള ഒരു സംഗതിയാണല്ലോ. പല നദീതടങ്ങളെ പറ്റിയും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ. അതിലേക്കൊന്നും ഇപ്പൊ പോണ്ട. ജലാശയങ്ങളെ പറ്റി പൊതുവെ തർക്കം ഉണ്ടാവും, സ്വാഭാവികമാണ്. ആ യഹൂദിയും മുനാഫിഖും തമ്മിൽ തർക്കം. ഈ മുനാഫിഖ് എന്ന് പറഞ്ഞ ആരാ? മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പിന്നിൽ വന്ന് നിൽക്കുന്ന ആള്, ജമാഅത്തിന് ഇമാമായിട്ട് മമൂമായിട്ട്. അപ്പൊ മുനാഫിഖിന്റെ ഭാഷ, ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് വെള്ളം എന്റേതാണെന്ന് മുനാഫിഖ്, യഹൂദി പറയുന്നു എന്റേതാണ്. രണ്ടുപേരും എന്റേതാണ്. ഉന്തും തള്ളും കൂടി തർക്കമുണ്ടായി. അവസാനം അവർ തീരുമാനിച്ചു, നമുക്കൊരു നേതാവിനെ കണ്ടെത്തിയിട്ട് തീരുമാനം ഉറപ്പിക്കാം. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന മുനാഫിഖ് പറഞ്ഞു, ഞങ്ങളെ നേതാവായിക്കോട്ടെ. ആരെ? യഹൂദിന്റെ നേതാവ്. യഹൂദികളെ മദീനത്തെ നേതാവാരാ? കഅബ് ഇബ്നുൽ അഷ്റഫ് റളിയല്ലാഹു അൻഹു. അല്ലാണ്ട് പേര് കേട്ടിട്ട് പേരങ്ങനെയാണ്. പേരങ്ങനെ ഉണ്ടാകും, അത് നോക്കിയിട്ട് കാര്യമില്ല. കഅബ് ഇബ്നുൽ അഷ്റഫ് എന്നാണ് ജൂതന്മാരുടെ നേതാവിന്റെ പേര് മദീനത്തെ. അയാളോട് പോയി പറയാന്ന് പറഞ്ഞപ്പോ യഹൂദി പറഞ്ഞു അയാളെ പറ്റൂല, അയാളുടെ അടുത്തേക്ക് ഞാൻ പോരുന്നില്ല. അയാൾ നല്ല കൈക്കൂലി മേടിക്കുന്ന ആളാണ്. അപ്പൊ കൈക്കൂലിയുടെ കട്ടി കണ്ട് വിധി പറയും. കൈക്കൂലിന്റെ കനം ഇപ്പൊ രണ്ടാളില്ല, ആരാണോ നല്ല കനമുള്ള കൈക്കൂലി കൊടുക്കുന്നത് എന്ന് തീരുമാനം പറയും. അതുകൊണ്ട് യഹൂദി പറയാൻ നമ്മളെ നേതാവാണെങ്കിലും ഇപ്പഴത്തേക്ക് ഞാനില്ല, രണ്ടാളും വന്നെങ്കിലല്ലേ തീരുമാനാകുള്ളൂ. അപ്പൊ ഇനി എന്താ ചെയ്യാ? യഹൂദി പറഞ്ഞു, നിങ്ങളൊക്കെ നേതാവായി അംഗീകരിക്കുന്ന ഒരാളില്ലേ, ആര്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടത് പറയണത്? മുനാഫിഖിനോട്. അവിടെ പോകാം. മുനാഫിഖ് ഒന്ന് റെഡി. മുനാഫിഖ് ചിന്തിക്കുന്ന എന്താ അറിയാം, ജമാഅത്തിനൊക്കെ പോകുമ്പോ നമ്മളാളായിട്ടല്ലേ കൂട്ടുക, അല്ലെ? അങ്ങനെയാണല്ലോ നിറം. ജമാഅത്തിനൊക്കെ പോകും, യുദ്ധത്തിലൊക്കെ ബാക്ക് സൊഫിൽ, മുന്നു സൊഫിൽ ഉണ്ടാവില്ല. അല്ലാ, ഇത്ര പേടിയുള്ള ഒരു ടീം ലോകത്തില്ല. മുന്നിൽ സൊഫിലൊന്നും ഉണ്ടാവില്ല, ബാക്കിലുണ്ടാവും. ഇതങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടാലും പിന്നെ ഒന്ന് ബാക്കോട്ട് വെക്കും. ചിലപ്പോ പോവും ചെയ്യും. ഗനീമത്തൊക്കെ കിട്ടിയെന്ന് കണ്ടാലും ഉടനെ വന്നിട്ട് പറയും, ഞാനിങ്ങനെ ഒരു വയറുവേദന ആയിട്ട് പോയതാണ്, ഗനീമത്ത് എനിക്കും വേണം. അതാ കിട്ടുന്നിടത്തേക്ക് വേഗം വന്ന് വാങ്ങും. അങ്ങനെ ഒരു ചെറിയ ഈമാനേ ഉള്ളൂ, ബാക്കിൽ നിന്നിട്ടുള്ളത് ഈമാൻ. മുന്നിൽ അങ്ങനെ വന്നിക്കാൻ ഈമാൻ ഇല്ല. അതേ സമയത്ത് ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ ഉണ്ടായിട്ട് അവരൊക്കെ പോറ്റി സംരക്ഷിക്കേണ്ട ചുമതലയുണ്ടായിട്ടും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ശത്രുക്കളോട് പോരാടണം എന്ന അർത്ഥത്തിൽ മുന്നിൽ നിൽക്കുന്ന യുവാക്കളായ ഒരുപാട് സ്വഹാബിമാരുണ്ട്. അതവരെ ഈമാനിന്റെ ഊക്കാണ്. പക്ഷെ ഇവര് നിൽക്കൂല, അവര് പിറകിലുണ്ടാവും. മുനാഫിക്ക് വിചാരിച്ചത് എങ്ങനെയാണെങ്കിലും ഗോൾ എനിക്ക് അടിക്കുള്ളൂ, കാരണം ഞാൻ പള്ളി പോണ ആളാണ്. അങ്ങനല്ലേ നമ്മൾ കരുതാ, പള്ളി പോണ ആളാണ്. യഹൂദി പള്ളി വരലില്ല, നബി തങ്ങളെ വിശ്വസിച്ചിട്ടുമില്ല, ഒരിക്കൽ പോലും തങ്ങളെ പിന്നിൽ നിസ്കരിച്ചിട്ടില്ല. ഇപ്പൊ എങ്ങനെ വിധി വന്നാലും അത് എനിക്കായിരിക്കും അനുകൂലം. യഹൂദി പറഞ്ഞു എനിക്ക് സമ്മതാണ്, കാരണം യഹൂദിക്കറിയാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ വിധിച്ചാൽ നീതിപരമായിട്ടേ വിധിക്കും. എവിടെയാണ് സാക്ഷി, എവിടെയാണ് തെളിവ്, ആരുടെ പക്ഷത്താണ് അവിടെ വിധിക്കും. അവിടെ മുഖം നോട്ടൊന്നുമില്ല, മാറ്റൊന്നുമില്ല. അതിന് ആള് പക്ക മുശ്രിക്കാണെങ്കിലും അയാളെ ഭാഗത്താണോ വിഷയത്തിൽ ന്യായവും തെളിവുള്ളത്, അങ്ങോട്ട് വിധിക്കും. അങ്ങനെ സമ്മതല്ലേ? സമ്മതം, പോകാന്ന് പറഞ്ഞു. രണ്ടുപേരും പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലെത്തി. അപ്പൊ തങ്ങൾ രണ്ടുപേരെയും ഇരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. കുറെ ദിവസമായി പ്രശ്നം തുടങ്ങിയിട്ട് ഇതൊന്ന് പരിഹരിച്ചു കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഈ വെള്ളത്തിന്റെ അവകാശി യഹൂദിയാണ്. തെളിവടിസ്ഥാനത്തിൽ തങ്ങൾ പറഞ്ഞു വെള്ളത്തിന്റെ അവകാശി യഹൂദിയാണ്. എന്നിട്ട് തങ്ങള് മറ്റാൾക്ക് തീരെ വെള്ളം കിട്ടാതെ ഒരു പ്രയാസമല്ലേ, തങ്ങൾ പറഞ്ഞു നിങ്ങൾ വെള്ളം ആവശ്യത്തോളം എടുത്ത് നിങ്ങൾ തായ് ഭാഗത്തേക്ക് മുബ്രത്തോട്ടം നനക്കണല്ലോ, വെള്ളം തുറന്നു വിട്ട് അയാളെ ഒന്ന് സഹായിച്ചാൽ അയാൾക്കും വെള്ളം കിട്ടുമല്ലോ. മറ്റാൾക്ക് അതുപോലെ, മറ്റാൾക്ക് അതിന്റെ അവകാശം, നമ്മൾ അടിയാധാരം എന്നറിയല്ലോ, അതുപോലെ അവകാശം കൊണ്ട് കിട്ടണം. വെള്ളം കിട്ടിയാൽ പോരാ, വെള്ളം കിട്ടിയാൽ മതിയല്ലോ. സത്യത്തിൽ തോട്ടം നിറഞ്ഞ് കൃഷി ഉണ്ടായി ലാഭം ഉണ്ടായി, അത് മതിയല്ലോ. അപ്പൊ തങ്ങൾ പറഞ്ഞു വെള്ളത്തിന്റെ അവകാശി നിങ്ങളാണ്. ആര്? യഹൂദി. ഒരിക്കൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്ത ആളാ, പക്ഷെ നീതി അയാളെ കൂടെയാണ്, തെളിവ് അയാളെ കൂടെയാണ്. അതുകൊണ്ടാ വിധിച്ചത്. അയാള് ഷഹാദത്ത് കലിമ ചൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ വിധി? ഇല്ലല്ലല്ല, അങ്ങനെ നോട്ടൊന്നുമില്ല ഇസ്ലാമിൽ. ഏത് പക്ഷത്താണോ തെളിവ്, വിധി അവിടേക്ക് പോകും. ഇപ്പൊ തെളിവ് ഇങ്ങനെ നോക്കുമ്പോ സമയത്ത് ഈ വെള്ളത്തിന്റെ ഉടമസ്ഥൻ യഹൂദിയാണ്. തങ്ങൾ അങ്ങോട്ട് വിധിച്ചു, നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് സൗകര്യാർത്ഥം തുറന്നു വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്കും സൗകര്യമാണ്, അയാളും ഭൂമി നനച്ചോട്ടെ, കൃഷി ഉണ്ടായിക്കോട്ടെ. അത് തങ്ങളുടെ റഹ്മത്ത് കൊണ്ട് ഒരു വിട്ടുവീഴ്ച എന്നുള്ളവർക്ക് പറഞ്ഞ. അപ്പൊ മറ്റാള് പറഞ്ഞു അത് പറ്റൂല, വെള്ളത്തിന്റെ അവകാശം ഞാനാണ്, എനിക്ക് വേണം. ഇവിടെ തീരുമാനം പറഞ്ഞ ആരാന്നറിയോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു ഇതേ അതിൽ തീരുമാനം പറയാനുള്ളൂ, അതിലപ്പുറം തീരുമാനമൊന്നുമില്ല. ഇപ്പുറത്തുള്ള ആള് കടും ഭാഷ പിടിച്ച സമയത്ത് തങ്ങൾ പറഞ്ഞു വെള്ളത്തിന്റെ അവകാശി നിങ്ങളാണ്, നിങ്ങൾ തുറന്നു വിട്ടാൽ അദ്ദേഹത്തിന് വെള്ളം കിട്ടും, തുറന്നു കൊടുത്തില്ലേ വെള്ളം കിട്ടൂല. ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതൊക്കെ തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ വെള്ളം എടുത്തോളി, വെള്ളം നിങ്ങളുടെതാണ്. പക്ഷെ താഴെയുള്ള ആൾക്കും കിട്ടുകയാണെങ്കിൽ കൃഷി ഉണ്ടാക്കാലോ, സാമ്പത്തികമായി പുരോഗതി ഉണ്ടാക്കാലോ എന്നുള്ളവർക്ക് പറഞ്ഞു കൊടുത്താണ്. അത് അംഗീകരിക്കാത്ത രൂപം വന്നപ്പോ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ തുറന്നു വിട്ടോളൂ, അല്ലെങ്കിൽ തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനല്ലേ മറുപടി പറയേണ്ടി ഉള്ളൂ. നേർക്ക് നേരെ സ്വീകരിക്കുമ്പോഴല്ലേ കാര്യം എളുപ്പമായി പറയേണ്ടി ഉള്ളൂ. ഇതിലെത്ര വിധിയുള്ളൂ. പുറത്തിറങ്ങി, രണ്ടുപേരും പുറത്തിറങ്ങിയപ്പോ യഹൂദി ചോദിച്ചു നിങ്ങൾ സെലക്ട് ചെയ്ത നേതാവിന്റെ അടുത്തേക്കാണ് ഞാൻ തീരുമാനത്തിന് വന്നത്, നിങ്ങളും കൂടി സമ്മതിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, ഈ തീരുമാനം എനിക്ക് റെഡിയാണ്, നിങ്ങൾക്കോ? എനിക്ക് തൃപ്തിയായില്ല എന്ന് പറഞ്ഞു. ആര്? മുനാഫിക്ക്. മുനാഫിക്ക് പറഞ്ഞു എനിക്ക് തൃപ്തിയായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വേറെ ആരെങ്കിലും ഒരാളെ പോയി കാണണം. ഞങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞു. യഹൂദി പറഞ്ഞു നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ പറയുന്ന ആളടുത്തേക്ക് വരാം. കാരണം യഹൂദിക്കറിയാം ഈ തീരുമാനത്തിന്റെ അപ്പുറം ഒരു തീരുമാനം ഇനി ആരും പറയൂല. ഏറ്റവും നീതിയുക്തമായ തെളിവടിസ്ഥാനത്തിൽ വളരെ ഭദ്രമായ വിധിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിനെതിരെ ഇനി ഒരു ന്യായാധിപനും പറയൂല. മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളും പറയൂല, അല്ലാത്ത ആളും പറയൂല. ജനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്, ആളുകൾക്കൊക്കെ അറിയും, മുശ്രിക്കുകൾക്കും യഹൂദികൾക്കും ഒക്കെ അറിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നീതി, ആ നീതിയിൽ മാറ്റല്ല. ഞങ്ങൾ പറഞ്ഞോളി, പറഞ്ഞിടത്തേക്ക് പോകാം. മുനാഫിക്ക് പറഞ്ഞു നമ്മൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. വിശ്വാസത്തിന്റെ ദൗർബല്യമാണ് സഹോദരങ്ങളെ. നിങ്ങൾ നോക്ക്, സ്വന്തം അനുകൂലമായി വിധി കിട്ടാത്തത് കൊണ്ട് ആ വിധി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. വിശ്വാസത്തിന്റെ കുറവാണ്, നിഫാഖിന്റെ ഉറപ്പാണ് മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ആ തീരുമാനം അംഗീകരിക്കാതെ ഒഴിവാക്കുന്നത്. നിങ്ങൾ നോക്കും, മുസ്ലിം പേരുകൾ വെച്ച് മുസ്ലിങ്ങളുടെ വേഷം ധരിച്ച് നടക്കുന്ന ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന വഹയി പ്രകാരം ചിലത് നിർബന്ധമാണെന്ന് പ്രഖ്യാപിക്കുമ്പോ സ്വേച്ഛതക്ക് അടിമപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഭൗതികതക്ക് അടിമപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ മോഡേണിസത്തിന് അടിമപ്പെട്ടുകൊണ്ട് ചിലര് പറയും ആ തീരുമാനം ഇസ്ലാമിൽ തെറ്റാണ്. അത്തരത്തിൽ തീരുമാനം കുറച്ച് മനുഷ്യന്മാർക്കുള്ള ദ്രോഹമാണ്. അത്തരത്തിൽ വിധി എഴുതുന്ന ആളുകളൊക്കെ ഈ പറയുന്ന ആയത്തിന്റെ പിന്നിലാണ്. കാരണം അവർക്ക് അനുകൂലമായിട്ടില്ല എന്നാണ് അവരുടെ ന്യായം. ആ വിധിയുടെ, അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ നിർബന്ധത്തിന്റെ സൗന്ദര്യം പരിഗണിക്കുകയാണെങ്കിൽ, പരിശോധിക്കുകയാണെങ്കിൽ ദുനിയാവിലും അതുകൊണ്ട് സന്തോഷം ലഭിക്കും, ആഖിറത്തിലും അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും. പക്ഷേ സ്വന്തം ഇച്ഛ അതിനെ അനുവദിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലെ തീരുമാനം അനുവദിക്കാത്തത് കൊണ്ട്,
അല്ലെങ്കിൽ ഭൗതികതയുടെ അതിപ്രസരത്തിൽ അതിനെ എതിർക്കുന്നു. ശരിയായില്ല. അതുകൊണ്ടാണ് ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം കേരളത്തിൽ നിന്ന് നമ്മൾ കേട്ടത്. കേരളത്തിലെ 4 സ്ത്രീകൾ, യുവതികൾ, 4 ആളുകൾ ശിരോവസ്ത്രത്തിനെതിരെ അവർ സംസാരിച്ചു. വിശുദ്ധ ദീനിലെ ആ നിയമം ശരിയല്ല എന്നവർ ആണയിട്ട് പറഞ്ഞു. പരസ്യമായി ജനങ്ങളെ മുന്നിൽ വേദി കെട്ടി അവർ സംസാരിച്ചു. ഇസ്ലാം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയൊരു പാരതന്ത്ര്യമാണത്. മനുഷ്യനെ കൊടുക്കാൻ വേണ്ടിയാണ് ആ നിയമം എന്നുവരെ മുസ്ലിം പേരുള്ള സഹോദരിമാര് സംസാരിച്ചു. സത്യത്തിൽ ആ തീരുമാനം ആരുടേതാണ്? അള്ളാഹുവിന്റെ വിധിയാണ്. അത് പ്രകാശിപ്പിച്ചു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിശദമായി പഠിപ്പിച്ചു. അതിന്റെ നയങ്ങളും തത്വങ്ങളും ഗുണങ്ങളുമെല്ലാം ഖുർആനിലൂടെ ഓതി പഠിപ്പിച്ചു തന്നു. എത്രത്തോളം തങ്ങൾ പറഞ്ഞു, ആ ശിരോവസ്ത്രം ധരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള തുണികൾ എന്ത് ചെയ്യണം? മുഖമക്കന ധരിച്ചാൽ അതിൽ ബാക്കി വരുന്ന തുണിയുണ്ട്. ആ തുണി തലയുടെ മുകളിലേക്ക് ഇടണോ? അതല്ല തോളിലേക്ക് ഇടണോ? അതല്ലെങ്കിൽ ഇങ്ങനെ മുഖത്തോടെ ചുറ്റിക്കെട്ടണോ? വല്യദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. മുഖമക്കനകളിൽ നിന്ന് ബാക്കിയുള്ളത് മാറിന്റെ മുന്നിലൂടെ തായോട്ട് തൂക്കിയിടട്ടെ. എന്തിന്? അവരുടെ സ്തനഭാഗങ്ങൾ മറ്റുള്ള ആളുകൾ ദർശിക്കാതിരിക്കാൻ, സൗന്ദര്യം സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ. അപ്പൊ ബാക്കിയുള്ള തട്ട ഇങ്ങനെ ഒരു കെട്ടാക്കി ഇങ്ങനെ കെട്ടരുത്. ഇങ്ങനെ ഒരു കെട്ട്, അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു കെട്ടും, ഇങ്ങനെ അങ്ങനെ കെട്ടരുത്. തട്ടത്തിന്റെ ബാക്കിയുള്ളത് ഇങ്ങനെ തൂക്കിയിടണം. തട്ടപ്പോ ഈ പറഞ്ഞ അതിര് കഴിഞ്ഞില്ലേ, കഴിഞ്ഞാലും ബാക്കിയുള്ളത് മേലോട്ടിടരുത്, തോളിലേക്ക് ഇടരുത്, തൂക്കിയിടണം. ഇത്ര വരെ കറക്റ്റായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്ന വഹി പഠിപ്പിച്ചു. അതിനെ എതിർത്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സഹോദരിമാർ സംസാരിച്ചത്. അവർ സംസാരിക്കുന്ന സമയത്ത് അവരെ തലയിൽ ശിരോവസ്ത്രമൊന്നുമില്ല, അത് കഴിച്ചു മാറ്റിയിട്ട് അവർ സംസാരിക്കുന്നത്. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ നിസ്കാരം അംഗീകരിക്കുമോ? നിസ്കാരം അംഗീകരിക്കും. സക്കാത്ത് അംഗീകരിക്കും. ഹജ്ജും നല്ല തന്നെ, സാമൂഹ്യ പ്രവർത്തനം നല്ല തന്നെ, ഇസ്ലാമിന്റെ മറ്റു പഠനങ്ങളൊക്കെ നല്ല തന്നെ. എന്നാ നിങ്ങള് ഒരൊറ്റ വിധിയിൽ മാറി ചിന്തിക്കുമ്പോൾ അവിടെ മനസ്സിൽ ഉരുണ്ടുകൂടി വരുന്നതിന്റെ പേരെന്താണ്? നിഫാഖ്. വിശ്വാസ സംബന്ധിയായ നിഫാഖ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ മുനാഫിഖും യഹൂദിയും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് പോയി. സിദ്ദീഖ് റളിയല്ലാഹുവിനെ ചോദിച്ചു, ഒറ്റടിക്ക് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുനിന്നാണ്. തങ്ങൾ എന്താ പറഞ്ഞത്? അപ്പൊ മുനാഫിഖ് പറഞ്ഞു, യഹൂദിക്ക് അനുകൂലമായി വിധിച്ചു, എനിക്ക് ആ വിഷയത്തിൽ ഞാൻ പ്രതികൂലിയാണ് ഇപ്പോഴും ഉള്ളത്, എനിക്ക് അനുകൂലമായി കിട്ടിയിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വേറെ വിധിക്കാനൊന്നുമില്ല, അതന്നെയാണ് വിധി, ഇനി വേറെ ചോദിക്കാനൊന്നുമില്ല, പറയാനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിധിച്ചോ, ആ വിധി തന്നെയാണ് എന്റെയും വിധി, പോയിക്കൊള്ളുന്നു. പുറത്തിറങ്ങിയപ്പോ ചോദിച്ചു, യഹൂദി ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി, എനിക്ക് അനുകൂലമായി വിധിച്ചു. ആ വിധി തന്നെ ആവർത്തിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനി എന്ത് ചെയ്യും? അപ്പൊ മുനാഫിക്ക് പറഞ്ഞു, നോക്കണം നിങ്ങൾ വിശ്വാസ ദൗർബല്യം, ഒരാളും കൂടി നമുക്ക് കാണാന്ന്. മൂന്നാമത്തെ ചാൻസ് അങ്ങനെ ഉണ്ടല്ലോ, 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് മൂന്നാമത്തെ ചാൻസ്, മൂന്നാമതൊരാളും കൂടി കാണാം. നിങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞു. യഹൂദി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആരത്തേക്കും ഞാൻ വരാം, നമ്മൾ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോകാന്ന്. ശരി, പോകാം. പക്ഷേ മുനാഫിക്ക് പറഞ്ഞ ഒരു കാര്യം, അവിടെ എത്തിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറയരുത്. നമ്മളെ രണ്ടുപേരെയും ഇരുത്തിയിട്ട് വിശദമായി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അപ്പോഴാണ് അപ്പൊ അയാളെ പോഹന്ത അപ്പോഴെങ്കിലും ഒന്നും മറിച്ച് വിധി വരട്ടെ എന്നാണ്. ഇനി എങ്ങനെ കുത്തി മറിഞ്ഞാലും ഇതിന്റെ തീരുമാനം അറിയില്ല, മാറൂല സഹോദരങ്ങളെ. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ സ്വാധീനം കൊണ്ട് മാറ്റിമറിക്കപ്പെടും, മറ്റുള്ള ആളുടേത് സ്വന്തമായിട്ടൊക്കെ മാറ്റിമറിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടത്, നിങ്ങൾ പറഞ്ഞ് എന്റെ അടുക്കൽ വന്ന് പറയുന്ന തെളിവനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വിധി പറയുന്നത്. അതെങ്ങാനും സത്യമല്ലെങ്കിൽ, നിങ്ങൾ ആ പറയുന്നത് നേർക്ക് നേരെ കളവാണെങ്കിൽ, നിങ്ങളെ ഉള്ളൊന്നും മാന്തി പരിശോധിച്ചിട്ടല്ല ഞാൻ വിധിക്കുന്നത്, നിങ്ങൾ വന്ന് പറയുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. സത്യത്തിൽ നിങ്ങളെ ഭാഷയും നിങ്ങളെ രൂപവും നിങ്ങളുടെ പറച്ചിലൊക്കെ കേട്ട് തെളിവിന്റെ കൂമ്പാരം കേട്ട് ഞാൻ അങ്ങനെ വിധിച്ചത്
യഥാർത്ഥത്തിൽ ശരിയല്ലാത്ത വിധിയാണെങ്കിൽ നാളെ ആഖിറത്തിൽ ഞാൻ നിങ്ങളെ പ്രതികൂലിയാണ്, നിങ്ങൾക്ക് അനുകൂലിയല്ല, നിങ്ങളെ പ്രതികൂലിയാണ് ഞാൻ. അതൊരൊറ്റ ചാണിന്റെ സ്ഥലമാണെങ്കിലും ശരി, ഒരു ചാണ് ഭൂമിയാണെങ്കിലും ശരി, നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങ് വിധിച്ചു. അത്രേ അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുള്ളൂ. തെളിവൊക്കെ നോക്കി വിധിക്കാൻ. യഥാർത്ഥത്തിൽ അത് നിങ്ങളുടേതല്ല, മറ്റൊരാളുടേതാണ്. തെളിവിന്റെ പിൻബലത്തിൽ നിങ്ങൾ ജയിച്ചതാണ്. സത്യത്തിൽ അങ്ങനെയല്ല, അല്ലാഹു തആലക്ക് അറിയാലോ. എന്നാൽ ആഖിറത്തിൽ നിങ്ങൾ വരുമ്പോ ജയിക്കോ ജയിക്കൂല, ഞാൻ നിങ്ങളെ എതിരാളിയായിരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ സ്വഹാബത്തിനോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും നല്ല ഈമാനും ഇഖ്ലാസുള്ള ആളുകളൊക്കെ ശരിയായ നിലക്ക്, അനുകൂലമായ നിലക്ക് സ്വന്തമായിട്ടൊരു കാര്യം ഉണ്ടെങ്കിലേ തങ്ങളോട് വന്നിട്ട് ഇന്റേതാന്ന് പറയുള്ളൂ. നീ പറയില്ല. ഇവിടെ തങ്ങളെ അനുകൂലമായി വിധിക്കുന്നത് ആർക്കാ? ഒരു മുസ്ലിമിനല്ല, യഹൂദിക്കാണ്. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയപ്പോ ഉമർ റളിയല്ലാഹുവിനോട് അവർ പറഞ്ഞു, ഞങ്ങൾ രണ്ടാള് വിധി കേട്ടാണ് വരുന്നത്. ആരെ വിധി? ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി, മറ്റൊന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വിധി. നിങ്ങൾ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കി തരണം, പക്ഷേ പെട്ടെന്നാകരുത്. ഒന്ന് ഇരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് സാവകാശം വിധി പറയണം. എന്നാ ശരി, ഇരിക്കുന്നു. ഓരോരുത്തരോടും ചോദിച്ചു, എന്താ നിങ്ങളെ തെളിവ്, നിങ്ങളെ തെളിവെന്താ, നിങ്ങളെ തെളിവെന്താ? അപ്പൊ ആ തെളിവ് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു. തെളിവ് ഇങ്ങനെ കേട്ടപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ റൂട്ട് മനസ്സിലായി, വിധിയുടെ സൗന്ദര്യവും മനസ്സിലായി. ഉമർ റളിയല്ലാഹു കുറച്ചേരം അവിടെ നിൽക്കുന്നു. അകത്തേക്ക് പോയി നല്ല ഒരു വാളെടുത്ത് കൊണ്ടുവന്നു. മുനാഫിക്കിന്റെ തല അങ്ങ് വെട്ടി, ഒരൊറ്റ വെട്ട് വെട്ടിയിട്ട് ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഹാദാ ഹുക്മു, ഹാദാ ഹുക്മു മല്ലം യർള ബിഖളാഇ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വിധി തൃപ്തിപ്പെടാത്തവർക്ക് അവസാനത്തെ വിധി ഇതാണ് എന്ന്. ഒരൊറ്റ വിട്ട് തല അങ്ങോട്ട് തെറിച്ചപ്പോ യഹൂദി അവിടുന്ന് എണീറ്റ് ഓടി. ഉമർ റളിയല്ലാഹുവിന്റെ പുറത്തിറങ്ങി കൈയൊട്ടി, ഇങ്ങള് വരികയായിരുന്നു. യഹൂദി പറഞ്ഞു വരൂലെന്നു. അല്ല, നിങ്ങള് വരി, വിഷയം എനിക്ക് വിഷയം കേൾക്കണ്ടെന്നു. കാരണം ഞാൻ മുമ്പേ ഞങ്ങളെ കൂടെ അല്ല, മുമ്പേ ഞങ്ങളെ കൂടെ എപ്പോഴും ഇല്ല. ആ തല പോയി കിടക്കുന്ന ആൾ നിങ്ങളെ പള്ളിയിൽ നിസ്കരിക്കുന്ന ആളാ. അയാളെ തലന്നെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ തലക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല, ഞാൻ പോകാന്ന് പറഞ്ഞു. യഹൂദി പോയി, പേടിച്ചോടിപ്പോയി. എങ്ങനെ ഉണ്ടാകും മദീനയിലെ രംഗം? കുടുംബക്കാര് മുഴുവനും വന്നു. ഹബീബ് റസൂലുള്ളാഹി വന്നിട്ട് പറഞ്ഞു, നബി ഞങ്ങളെ കൂടെ നിസ്കരിക്കുന്ന ആളല്ലേ, നോമ്പോറ്റ് കഴിഞ്ഞ റമദാനിൽ നോമ്പോറ്റ ആളല്ലേ, ഖുർആൻ ആളല്ലേ? എണ്ണി എണ്ണി ചോദിച്ചവര്. തങ്ങൾ ആ ചോദ്യങ്ങൾ ഇങ്ങനെ കേട്ട് കുറച്ചു നേരം ഇങ്ങനെ മൗനം പാലിച്ചിരുന്നപ്പോ അവർക്ക് മനസ്സിലായി വഹി വരുന്നുണ്ട്. തങ്ങൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിനോട് വരാൻ പറയും. ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് വന്നു. ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാളെ വെട്ടി? നബി, അയാളെ ഫിത്തിന ചെറിയ ഫിത്തിന ഒന്നുമല്ല, അയാൾക്ക് ഈമാൻ ഇല്ല എന്നുള്ള പോട്ടെ, ഈമാൻ ഇപ്പൊ മറ്റേക്കില്ലല്ലോ. യഹൂദിക്ക് ഈമാണ്ടോ? ഈമാൻ ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിലാണെങ്കിൽ യഹൂദിനെ വെട്ടണ്ടേ? മൂമിനല്ല എന്നുള്ള അടിസ്ഥാനത്തിലല്ല വെട്ടിയത്. ഇയാള് പുറത്ത് ഈമാനും ഉള്ളിൽ ഭയങ്കര ഫിത്തിന. ഈ ഫിത്തിന കൊണ്ട് എല്ലാവരും ഇടങ്ങേറാകൂലേ? അതുകൊണ്ട് ഇനി ആർക്കും ഇടങ്ങേറ് വരണ്ടാതിന് ഞാനത് വെട്ടിയതാണ്. ഉമർ റളിയല്ലാഹു അത് പറഞ്ഞപ്പോ അതേ വിഷയം വന്നു പറഞ്ഞു. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, അയാള് ഈമാൻ ഇല്ലാന്ന് മാത്രല്ല, അയാളെ ഫിത്തിന കൊണ്ട് ജനങ്ങളൊക്കെ പൊറുതിമുട്ടിയിട്ടുണ്ട്. അപ്പൊ സത്യവും അസത്യവും വേർതിരിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തൊരു പണിയാണിത്. അന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വിളിക്കുന്നത് അന്തൽ ഫാറൂഖ്. ഉമറേ, നിങ്ങൾ സത്യവും അസത്യവും വേർതിരിക്കുന്ന ആളാണ്. ഏതാണ് സത്യം? നബി തങ്ങൾ വിധിച്ചതാണ് സത്യം, അതിനെതിരെ പറഞ്ഞത് അസത്യമാണ്. അതുകൊണ്ടാണ് മുനാഫിക്കിന്റെ തലവെട്ടിപ്പോയത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ചിന്തിക്കണം. പള്ളിയിൽ കൂടെ വന്ന് നിസ്കരിക്കുന്ന ആളാന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹദ്ദെടുത്തോ? ശിക്ഷിച്ചോ? ഇല്ല. മുനാഫിഖായി എന്നതിന്റെ പേരിലാണോ വെട്ടിയത്? അതല്ല. മുനാഫിഖായി എന്നുള്ളതിന്റെ പുറമെ ഫിത്തിന സഹിക്കാൻ പറ്റാത്ത രൂപത്തിൽ മേലോട്ട് പോയി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ന്യായമായ ഒരു വിധി പറഞ്ഞിട്ട്
അംഗീകരിക്കാൻ ലവലേശം മനസ്സ് കാണിച്ചില്ല. അപ്പോൾ ഈത്തിഖാദിയായ വിശ്വാസപരമായ നിഫാഖ് അത് കടന്നുകൂടിയാൽ വലിയ പ്രശ്നമാണ്. മൊത്തം അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിയൂല. സത്യത്തിൽ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കി, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക. തസ്ദീഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കണം, സമ്മതിക്കണം, വാസ്തവമാക്കണം. ആ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ വിഷയങ്ങളിലും സമ്മതിക്കണം. ഏതെങ്കിലും ഒരു വിഷയം എതിർത്താൽ ഈമാനില്ല. ഏതെങ്കിലും ഒരു കാര്യം ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഈമാനില്ല. അപ്പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞാലും ഈമാനില്ല. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്ന, അള്ളാഹുവിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിച്ച മുഴുവൻ കാര്യങ്ങളെയും അംഗീകരിക്കണം, സമ്മതിക്കണം, വിശ്വസിക്കണം. അവിടെയാണ് ഈമാൻ. സ്വഹാബത്തിന്റെ ഈമാൻ കട്ടികൂടാനുള്ള കാരണം അവരെ ഈമാനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവര് ഒറിജിനൽ ഈമാനുള്ള ആളുകളാണ്, കറകളഞ്ഞ ഈമാനുള്ള ആളുകളാണ് സ്വഹാബത്ത്. എന്തേ കാരണം? ഒരു സാധാരണ വിഷയത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീരുമാനം സ്വന്തം തീരുമാനമായിട്ട് അവര് അംഗീകരിച്ചു. ഉദാഹരണം പറയട്ടെ. അപ്പൊ നമ്മളൊക്കെ മക്കളെ കെട്ടിക്കുന്നതിന് നമുക്കൊരു സ്വാതന്ത്ര്യമല്ലേ, അഭിപ്രായമല്ലേ? നമ്മളപ്പോ കുട്ടീനെ കെട്ടിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുതിയാപ്പിളിനെ തീരുമാനിച്ച് നിങ്ങളെ മോൾക്കുള്ള പുതിയാപ്പിള എന്ന് പറഞ്ഞാൽ എന്നാ നബിയെ സമ്മതിച്ചു, കിടക്കാം, എതിർപ്പില്ല. പോലെ ഈമാനാണിത്. സാധാരണഗതിയിൽ അവിടെ ചിന്തിക്കാനും തീരുമാനം എടുക്കാനൊക്കെ ഒരു അവകാശമല്ലേ? നബിയെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞൂടെ? അതുപോലുമില്ല. തങ്ങൾക്കത് ഇഷ്ടമാണോ, തൃപ്തിയാണോ? എനിക്ക് തൃപ്തിയാണ്. സാധാരണ കാര്യത്തിൽ വരെ, ഞാൻ ഉദാഹരണത്തിലും കിടക്കുന്നില്ല. അങ്ങനെ പോയി നോക്കുമ്പോ ഈ വന്ന പുതിയാപ്പിളായി വന്ന ആളും അവിടെ വധുവായിരിക്കുന്ന പുതിയണ്ണും രാവും പകലും വ്യത്യാസമുണ്ട്. ആ രൂപത്തിൽ മാറ്റമുണ്ട്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചയച്ചു, നമ്മൾ ഇനി എതിര് ചെയ്താൽ നമ്മൾ ഈമാന് പ്രശ്നമാണ് എന്ന് കരുതി അവർ അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. അതാണ് അവരുടെ ഈമാന്റെ കട്ടി. സാധാരണ കാര്യങ്ങളിൽ പോലും അത്രയും വലിയ ഈമാനാണ്. അപ്പൊ നിഫാഖ് എന്ന് പറഞ്ഞാൽ ഉള്ളില് സത്യത്തിൽ ഒരു വിഷയത്തെ പറ്റിയും വിശ്വാസമല്ല, പുറത്തൊരു പുറംപൂച്ച് മാത്രം. ആ രൂപത്തിൽ ഇങ്ങനെ നടക്കും. അതിലിപ്പോ ഈത്തിഖാദിയായ വിശ്വാസപരമായ നിഫാഖ് വന്നാൽ വലിയ പ്രശ്നമാണ്. അങ്ങനെ വന്നാൽ എന്തെല്ലാം അടയാളങ്ങൾ ഉണ്ടാകും? വിശ്വാസപരമായ നിഫാഖിന് എന്തെല്ലാം അടയാളങ്ങൾ ഉണ്ടാകും? അതിലൊരു അടയാളം, ഏറ്റവും മികച്ചു നിൽക്കുന്ന സൂറത്തുൽ മുനാഫിഖൂനയിൽ പറയുന്ന അടയാളം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാൻ കഴിയില്ല, സ്വഹാബത്തിനെ ബഹുമാനിക്കാൻ കഴിയില്ല. നമ്മൾ ആയത്തോതി പറയും ഇൻഷാ അല്ലാഹ്, നാളൊക്കെ അതിന്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്. കഴിയൂല. കിട്ടുന്ന നേരം നോക്കിയിട്ട് അവരെ പരിഹസിക്കും, അവരെ കളിയാക്കും. എന്നാ മുനാഫിഖൂൻ സൂറത്തിൽ പഠിപ്പിക്കുന്നത് അംഗീകരിക്കൂല, പരിഹസിക്കും, അവരെ കളിയാക്കും. അവർക്കുള്ള ബഹുമാനം ഇടിച്ചു താഴ്ത്തും. പറയുമ്പോ ആൾക്കാരോട് പറയും, നമ്മളൊന്നും മുസ്ലിം അല്ലെങ്കിൽ പിന്നെ ആരാ മുസ്ലിം എന്നൊക്കെ പറയും. ഷഹാദത്ത് മൗലും പറയും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നൂലും ബാങ്ക് കൊടുക്കും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ബാങ്ക് കൊടുക്കും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹു ബഹുമാനിച്ച ഈ മഹത്തുക്കളോടുള്ള ബഹുമാനം കാണിക്കാൻ കഴിയൂല, സമ്മതിക്കാൻ കഴിയൂല, പറയാനും കഴിയൂല. ആ ബഹുമാനത്തിന് എതിരായി പറയുകയും ചെയ്യും, അള്ളാഹു കൊടുത്ത ബഹുമാനം ഇടിച്ച് താഴ്ത്തുകയും ചെയ്യും, അവർക്കെതിരെ രഹസ്യമായി പ്രവർത്തിക്കുകയും ചെയ്യും. ആ തരത്തിലുള്ള സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെയും സഹാബത്തിന്റെയും ബഹുമാനം താഴ്ത്താൻ വേണ്ടി എന്തെല്ലാം പറയാൻ പറ്റോ, എഴുതാൻ പറ്റോ, അതൊക്കെ പറയും ചെയ്യും, എഴുതും ചെയ്യും. അതൊക്കെ വിശ്വാസ സംബന്ധിയായ നിഫാഖിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ. സ്വഹാബിമാരിൽപ്പെട്ട ഒരു വലിയ വിഭാഗമാണല്ലോ അൻസാറുകൾ. അവരെ പ്രിയം വക്കൽ ഈമാനിൽപ്പെട്ടതാണ്. വബുഗ്ദുൽ അൻസാരി മിനൻ നിഫാഖ്. അൻസാറുകളായ സ്വഹാബത്തിനെ വെറുക്കൽ, അവരോട് വിരോധം വെക്കൽ, ദേഷ്യം പിടിക്കൽ,
അവരെ പറ്റി ഇല്ലാത്തത് പറയൽ, അവരെ പരിഹസിക്കൽ നിഫാഖിൽപ്പെട്ടതാണ്, കപട വിശ്വാസത്തിൽപ്പെട്ടതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ വിശ്വാസപരമായി കാപട്യം സംഭവിച്ചു പോയാൽ ആഖിറത്തിൽ രക്ഷയില്ല, ഒരു നിലക്കും രക്ഷ തരൂല. മുഅ്മിനീങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് അവരെ ശരീരത്തിന്റെ മുൻഭാഗത്തും വലതുഭാഗത്തും ഒക്കെ അല്ലാഹു തആല നൂറ് കൊണ്ട് ഇങ്ങനെ ആവരണം ചെയ്തിരിക്കുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്, യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം. മുഅ്മിനീങ്ങളെ മുന്നിലും അവരെ ഭാഗങ്ങളിലൊക്കെ വല്ലാത്ത നൂറാണ്. ആ നൂറിങ്ങനെ, ആ പ്രകാശം ഇങ്ങനെ, നമ്മൾ അർത്ഥം പ്രകാശം എന്ന് വെക്കും, അതിങ്ങനെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തിലായി മുന്നോട്ടങ്ങനെ നടക്കുന്ന സമയത്ത് വിശ്വാസം ഇല്ലാതെ നാമമാത്ര മുസ്ലിങ്ങളായി ജീവിച്ച ആണും പെണ്ണും വിളിച്ചു പറയും മുഅ്മിനീങ്ങളോട്. എന്താ പറയുന്നത്? ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. മുനാഫിഖുകളും മുനാഫിഖാത്തുകളും പറയും, മുഅ്മിനീങ്ങളെ ഒന്ന് നിൽക്കണം, ഒന്ന് നിൽക്കൂ, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അല്ലാഹു തന്ന നൂറിൽ നിന്നൊരു ശകലം എടുക്കട്ടെ. ഞങ്ങൾക്ക് ഇരുട്ടാണ്, കണ്ണ് കാണുന്നില്ല, വലത്തോട്ടും കാണുന്നില്ല, ഇടത്തോട്ടും കാണുന്നില്ല, അവിടെ ആരുണ്ടോന്ന് അറിയുന്നില്ല, ഇപ്പുറത്ത് ആരുണ്ടോന്ന് അറിയുന്നില്ല. നിങ്ങളെ നൂറിൽ നിന്ന് അല്പം ഞങ്ങൾ എടുക്കട്ടെ, ഒരു ശകലം, ഒന്ന് നിൽക്കുമോ? ഈമാനോടെ മുന്നോട്ട് ഗമിക്കുന്ന വിശ്വാസികൾ പറയും, ഇർജിഊ വറാഅക്കും ഫൽതമിസൂ നൂറാ. നിങ്ങൾ പിറകോട്ട് പോയിട്ട്, നിങ്ങൾ നിൽക്കുന്നതിന്റെ പിറകോട്ട് പോയിട്ട് ആരോടെങ്കിലൊക്കെ നൂറ് ചോദിച്ചു, കിട്ടുമെങ്കിൽ വാങ്ങിക്കോളൂ. അതും പറഞ്ഞ് മുഅ്മിനീങ്ങൾ അങ്ങനെ പോകും. കുറച്ചു കഴിഞ്ഞാൽ ഈമാനുള്ള ആളുകൾ പോയ വഴി പോലും ഇവർ കാണൂല. ഫളുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ്. അവർക്കിടയിൽ ശക്തമായൊരു മറ വീഴ്ത്തപ്പെട്ടു പോയി. പിന്നെ പ്രകാശത്തോടെ നൂറോടെ പോകുന്ന മുഅ്മിനീങ്ങളെ മുനാഫിക്കുകൾ കാണൂല. അവരെന്തായി? ഇത് മുഅ്മിനീങ്ങളും ചിന്തിക്കൂല. അവരെന്തായി? അവര് നരകത്തിന്റെ ആഴിയിലേക്ക് പോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ജീവിച്ച മദീനയിൽ ഏറ്റവും കൂടുതൽ ഫിത്നക്ക് ആക്കം കൂട്ടിയ മുനാഫിക്കുകൾ, ഈമാനുള്ളവർക്കിടയിൽ ശക്തമായ ഫിത്ന ഉണ്ടാക്കിയ മുനാഫിക്കുകൾ, അവര് നരകത്തിന്റെ ആഴിയിലേക്കാണ് പോവുക. ഒന്നാം തട്ടിലും രണ്ടാം തട്ടിലും മൂന്നാം തട്ടിലും ഏറ്റവും ലാസ്റ്റ് തട്ടിൽ. അതേ സമയത്ത് ഇവിടെ ഒന്ന് പോകുന്ന സമയത്ത് ആക്തിബത്ത് മോശമായി പോകുന്ന ഒരു നിഫാഖുണ്ട്. അത് നമ്മളൊക്കെ പേടിക്കണം, ഏറ്റവും നല്ലോണം പേടിക്കണം. ഉസ്താദെ, വിശ്വാസപരമായി കാപട്യൊന്നുമില്ല, പക്ഷേ കർമ്മപരമായിട്ടുള്ള കാപട്യം, നിഫാഖുൽ അമലി. അതുകൊണ്ട് എന്താ വരാന്നറിയോ? സൂഉൽ ഖാത്തിമ വരും, അന്ത്യം മോശമാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈമാനോടെ പിരിയാൻ കഴിയൂല. സൂഉൽ ഖാത്തിമ എന്ന് പറഞ്ഞാ കർമ്മപരമായ നിഫാഖ് എന്ന് പറഞ്ഞാൽ എണ്ണ ഒരുപാടുണ്ട്. അവിടെയാണ് നമ്മൾ എണ്ണുന്നത്. അർബഉം മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ. 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാള് ഒറിജിനൽ മുനാഫിഖ എന്ന് പറഞ്ഞിങ്ങനെ എണ്ണുന്ന കുറെ കർമ്മങ്ങളുണ്ട്. ഇദാ ഹദ്ദത കദബ, തൊള്ള തുറന്നാ പൊള്ളു പറയും. വൈദാ അഹദ ഗദറ, ആരോടെങ്കിലും വാക്ക് കൊടുത്താൽ ലംഘിക്കും, ലംഘിച്ച ചരിത്രമേ ഉള്ളൂ. വൈദത്തുമിന ഖാന, വിശ്വസിച്ച് വല്ലതും ഏൽപ്പിച്ചാൽ വഞ്ചിക്കും. എന്തെങ്കിലും പറഞ്ഞാലോ ഏൽപ്പിച്ചാലോ ഇടപാട് നടത്തിയാലോ ഒക്കെ. വൈദാ ഖാസമ ഫജറ, ഏതെങ്കിലും ഒരു രൂപത്തിൽ ചെറിയൊരു തർക്കം വരുമ്പോഴേക്ക് അനാവശ്യം പറയും. ഒരു വിഷയം ചോദിക്കുമ്പോൾ അടുത്ത വിഷയത്തിന്റെ ആ മൈക്കിലൂടെ പറയാൻ പറ്റില്ലല്ലോ, അതിന്റെ രൂപബോധം മോഡല് അങ്ങനെ വരിക. എത്തിലും വരും, പറച്ചിലും വരും. തെറ്റിയാ പിന്നെ കളറ് മാറി എന്ന് പറയും ആ രൂപം. പിന്നെ കേൾക്കാൻ പറ്റൂല, പിന്നെ ആ എത്ത് വായിക്കാനൊന്നും പറ്റൂല, ആ രൂപത്തിലുണ്ടാകുക. ഇതൊക്കെ കർമ്മപരമായ നിഫാഖാണ്. ഇത് പേടിക്കേണ്ടതാണ്. അന്ത്യം ദുരിതമാവതുകൊണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആഖിബത്ത് മോശമാകുന്നതിന് അടയാളങ്ങൾ പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞ ഒന്നാണ്, അമലിയായ നിഫാഖ് ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ ആഖിബത്ത് കേടുവരും, അന്ത്യം പോവും. അവസാനം ഈമാനില്ലാതെ വിരേണ്ടി വരും. പിന്നെ ആരുടെങ്കിലൊക്കെ റെക്കമെൻഡോ മറ്റോ ഒക്കെ കിട്ടിയിട്ട് തൽക്കാലം രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഇതുവരെ ഈമാനോടെ നടന്നതിന് നിഫാഖിന്റെ മൂർച്ചയാണത്. അമലിയായ നിഫാഖ് വരാൻ പാടില്ല. നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ 2 നിഫാഖും പേടിക്കേണ്ടതന്നെ. ആ അമലിയായ നിഫാഖിനെ പറ്റി ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്.
അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങൾ വായിച്ച് മറിച്ച് പഠിക്കുക. സൂറത്തുൽ മാഊൻ നമ്മൾ പറഞ്ഞല്ലേ അല്ലേ? പറഞ്ഞാണ് സൂറത്തുൽ മാഊൻ. അതവിടെ പറഞ്ഞിട്ടുണ്ട് മുമ്പുള്ള പ്രഭാഷണത്തിലുണ്ട്. നിങ്ങൾ നോക്ക്, ആ സൂറത്തിൽ അല്ലാഹു തആല 5 വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ 5 എണ്ണവും കർമ്മപരമായ നിഫാഖാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. 5 കാര്യങ്ങൾ അതിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. വിശദമാകുന്നില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ നിഫാഖിന്റെ സ്വഭാവങ്ങളാണ്. അതിലൊന്ന് നിസ്കാരമുണ്ട് കേട്ടോ. കർമ്മപരമായ നിഫാഖ് എണ്ണിയെടുത്ത് നിസ്കാരമുണ്ട്. വളരെ ഡേഞ്ചർ ആയിട്ടാണ് അത് പറഞ്ഞത്. 5 എണ്ണം പറഞ്ഞതിൽ നിസ്കാരത്തെ പറ്റി മാത്രം അല്ലാഹു തആല പറഞ്ഞത് ഫവൈലുൽ ലിൽ മുസല്ലീൻ. ബാക്കിയുള്ളൊന്നും അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. സമയം പരിഗണിക്കാതെ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. സുബഹി നിസ്കരിക്കും, സൂര്യനെ കുതിച്ചിട്ടുണ്ടാവും. ഇനി അത് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ചേകന്നൂന്റെ സുബഹി എന്ന് പറഞ്ഞാൽ അതാ നല്ലത്. അങ്ങനെ 30 സുബഹി എപ്പോഴാണ് എണീക്കണം അപ്പോഴല്ലേ സുബഹി. 12 മണിക്ക് എണീക്കളൊക്കെ 12 മണിയാണ് സുബഹി. ഊറില്ലല്ലോ, അവിടെ സുബഹിയുള്ളൂ. അങ്ങനെ സമയം പരിഗണിക്കാതെ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കും. അസ്ർ നിസ്കരിക്കും, മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. ളുഹ്ർ നിസ്കരിക്കും, അസ്ർ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതൊരു പ്രശ്നമല്ല. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിന്റെ സമയത്ത് ഒരു പരിഗണനയില്ല. അത് കുറച്ച് ഗൗരവത്തിലാണ് അള്ളാഹു ആ നിഫാഖിനെ പറ്റി പറഞ്ഞ, അടയാളത്തെ പറ്റി പറഞ്ഞത്. അത് നല്ലോണം ശ്രദ്ധിക്കണം എന്നാണ് ആ ഭാഷ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. 2 നിഫാഖും പേടിക്കേണ്ടതാണ്. നിങ്ങൾ നോക്ക്, മൂത്രയിച്ച് വരുന്ന സമയത്ത്, മലമൂത്ര വിസർജനം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹുവേ, എന്റെ ഖൽബിനെ, എന്റെ മനസ്സിനെ നിഫാഖിൽ നിന്ന് നീ ശുദ്ധിയാക്കി തരണം. എന്താ അവിടെ നിഫാഖ്? മൂത്രയിക്കാൻ പോയെടുത്തെന്ത് നിഫാഖ, വിസർജിക്കാൻ പോയെടുത്തെന്ത് നിഫാഖ ഉണ്ട്. ഇതെല്ലാം എനിക്കൊരു പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു തോന്നൽ, അപ്പൊ എന്റെ കഴിവ് കൊണ്ടാണ് എന്നൊരു ചിന്ത വന്നാൽ അതൊരു കാപട്യമാണ്. ഇതിനൊക്കെ കഴിവ് തന്നവൻ അല്ലാഹുവാണ്. കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിട്ട് ഒരിറ്റു മൂത്രം പോകാതെ വിഷമിക്കുന്നവർ എത്രയുണ്ട്. എല്ലാ സ്വാധീനങ്ങളുമുണ്ട്, എല്ലാ കഴിവുമുണ്ട്, എല്ലാ ആസ്തിയുമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സ്വന്തം മേൽവിലാസത്തിൽ ഡോക്ടർമാരുണ്ട്, ഹോസ്പിറ്റലുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, എല്ലാവർക്കും അവനവന്റെ കഴിവ് കൊണ്ട് നടക്കുകയാണെങ്കിൽ അവിടെയും നടക്കണ്ടേ? അതുകൊണ്ട് സ്വന്തം കഴിവിന്റെ പരിധിയിൽ പെട്ടതാണെന്നൊരു ചിന്ത, അത് ചെറിയൊരു നിഫാഖാണ്. അതുകൂടി വരാതെ, പടച്ച റബ്ബേ, നിന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ നിർവഹിച്ചത്, നീ തന്ന കഴിവാണ് ഞാൻ ഇവിടെ ഈ ആവശ്യ നിർവഹണത്തിന് ഉപയോഗിച്ചത്, അതുകൊണ്ട് എന്നെ കൊണ്ട് ഇതൊക്കെ സാധിച്ചു എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വരുത്തരുത്. അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖ്. അവിടെ ദുആ അതാ. എനിക്കിതിനൊന്നും കഴിയില്ല പഠിച്ചോനെ. ഞാൻ അങ്ങോട്ട് പോയിരുന്നത് കൊണ്ട് മാത്രം ഇതൊക്കെ പുറന്തള്ളിപ്പോതൊന്നുമല്ല. അങ്ങനെ എത്ര പോയിരിക്കുന്ന ആളുകളുണ്ട്, വരുന്നുണ്ടോ? തടസ്സം നേരിടുന്നില്ലേ എത്ര ആളുകൾ? 5 പ്രാവശ്യം പോയി എന്ന് പറയും. എന്നിട്ടോ എന്ത് പോയിട്ടെന്താ കാര്യം? തടസ്സമാണ്. മലം പോകുന്നില്ല, തടസ്സമാണ് അവിടെ. 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി. ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രമേ മലവിസർജനം നടത്താൻ കഴിയുന്നുള്ളൂ. അവനവന്റെ കഴിവാണെങ്കിൽ എന്നും നടത്തിക്കൂടെ? അപ്പൊ ആ ഒരു ചിന്ത വരാതിരിക്കാനാണ് ആ പ്രാർത്ഥന. ഇരിക്കട്ടെ, 2 നിഫാഖും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ആയത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. ഇവിടെ ഡേഞ്ചർ വിഭാഗത്തെയാ പറയുന്നത്, അഥവാ വിശ്വാസ രംഗത്ത് കാപട്യം ബാധിച്ചവർ. ഇദാ ജാഅക, തങ്ങളെ സദസ്സിൽ വന്നാൽ, അൽ മുനാഫിഖൂൻ, കപട വിശ്വാസികളായ ആളുകൾ വന്നാൽ അവര് പറയും, തങ്ങൾ അവരെ ഒന്ന് പരിഗണിക്കാനാണ് ആ ഭാഷ. നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. കുറച്ച് കട്ടിയിലാ പറയുന്നത്. നശ്ഹദു, ഞങ്ങൾ ഉറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു, ഉറപ്പാണ്
അങ്ങനെ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ഉറപ്പൊന്നുമല്ലല്ലോ, നാവിന്റെയും മനസ്സിന്റെയും ഉറപ്പല്ലേ. രണ്ടും കൂടി ഉറപ്പുള്ള ഉറപ്പിനാണ് എന്ത് പറയാ, നഷ്ഹദു എന്ന് പറയാം. നമ്മളിപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ എങ്ങനെ, അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നാവ് കൊണ്ട് മാത്രമുള്ള ഒരു ഭാഷ അല്ലത്, എന്റെ മനസ്സിലും ഇതിന്റെ ഉറപ്പുണ്ട്, അങ്ങനല്ലേ. അഷ്ഹദു എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ. പഴയ കാലത്തെ ആളുകൾ എങ്ങനെ അർത്ഥം പറയാ, മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് അതാ വെളിവാക്കി പറയാം, അങ്ങനെയാണ്. പഴയകാലത്ത് ഉസ്താദുമാർ ഷഹാദത്ത് എന്നുള്ളതിന് മദ്രസയിലും മറ്റൊക്കെ നമുക്ക് പഠിപ്പിച്ച അർത്ഥം അങ്ങനല്ലേ, മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയാം. അതാണല്ലോ നഷ്ഹദു എന്ന് പറഞ്ഞാൽ. ആ ഒരു ഭാഷയിൽ അവര് പറയുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് പറയാണ്, ഇന്നക നിശ്ചയം തങ്ങൾ ലറസൂലുള്ളാഹ് അള്ളാഹുവിന്റെ തിരുദൂതർ തന്നെയാണ്, അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. നല്ല കട്ടിയിലാ പറഞ്ഞത്, കട്ടിയിലും കനത്തിലാ പറഞ്ഞത്. ഇങ്ങനൊക്കെ കട്ടിയിലും കനത്തിലും പറഞ്ഞപ്പോ അല്ലാഹു തആല പറയാ, വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു. അല്ലാഹു തആലക്ക് അറിയില്ലേ നബിയെ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ്. അവര് പറഞ്ഞു ഉറപ്പിച്ചിട്ടൊന്നും വേണ്ട, അവരങ്ങനെ കരുത്തുള്ള ഉറപ്പ് പറഞ്ഞിട്ടൊന്നും വേണ്ട തങ്ങൾ റസൂലാകാൻ. ഓലിഞ്ഞ് ഉറപ്പിച്ചില്ലെങ്കിലും തങ്ങൾ ആരെന്നെയാണ്, റസൂൽ തന്നെയാണ്. ആരും തങ്ങളെ വിശ്വസിച്ചില്ല എന്ന് കൂട്ട, എന്നാലും തങ്ങളെ റിസാലത്തിനൊരു കേടും വരൂല. ഒരാള് മാറ്റി പറഞ്ഞു എന്നാ കുഴപ്പമുണ്ടാവൂ. ഇതങ്ങനെ പോകുന്നൊരു സ്ഥാനല്ല നബിയെ. വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു. അവര് ആണയിട്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലൊക്കെ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഹുദൈബിയ സന്ധിയിൽ ആ കരാർ ഇങ്ങനെ തുടക്കം ഇങ്ങനെ എഴുതുന്ന സമയത്ത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആ എഴുതിക്കൊളി എന്ന് പറഞ്ഞു. മഹാനവറുകൾ എഴുതാണ്, പേപ്പറിൽ എഴുതാണ്. എന്താ എഴുതുന്നത്, ഹാദാ മാ ഖാല അലൈഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തുടക്കത്തിൽ മേൽവിലാസം ഇതാണ്, ഇത് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുശ്രിക്കുകളുടെ ഭാഗത്തുനിന്ന് വന്ന സുഹൈൽ ബിൻ അംറും തമ്മിൽ ഒത്തുതീർപ്പാക്കുന്ന ഒരു രൂപരേഖയാണ് എഴുതാൻ പോകുന്നത്. 1, 2 ഇങ്ങനെ അക്കട്ട് എഴുതാൻ പോവുകയാണ്. അതിന് തുടക്കത്തിൽ ഈ വരി അങ്ങോട്ട് എഴുതി, ഹാദാ മാ ഖാല അലൈഹി മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന വരി എഴുതിയപ്പോ അപ്പുറത്ത് നിൽക്കുന്ന സുഹൈൽ ബിൻ അംർ പറഞ്ഞു, അത് സമ്മതിക്കൂല, മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി എഴുതണം. കാരണം ആ കടലാസ് ഞങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഞങ്ങൾ സൂക്ഷിച്ച അടിയിൽ ഒപ്പുവെക്കുമ്പോ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് എഴുതിയ രേഖയിൽ ഞങ്ങൾ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളത് വിശ്വസിച്ചു എന്നല്ലേ. അതുകൊണ്ട് അത് പറ്റൂല, റസൂലുള്ളാഹി എന്ന് വെട്ടണം, എന്നിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി എഴുതണം. ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു റസൂലുള്ളാഹി എന്നുള്ളത് എഴുത്തിൽ നിന്ന് വെട്ടിയിട്ടാണോ ഇവിടെ സമാധാനം ഉണ്ടാകുന്നത്? എന്നാൽ അത് നടക്കട്ടെ എന്ന് കരുതിയിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലി ആ എഴുതിയ ഭാഗമൊന്ന് മായ്ക്കണം, എന്റെ പേരിന്റെ ശേഷം എഴുതിയ റസൂലുള്ളാഹി എന്നതൊന്ന് മായ്ക്കണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അംഹൂക അബദാ, എനിക്കത് മായ്ക്കാൻ കഴിയൂല. അത് പറഞ്ഞതിന് എതിര് പറഞ്ഞതല്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കൂല നബിയെ, ആ എഴുത്തി എന്റെ കൈ കൊണ്ടൊന്നും മായ്ക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. കടലാസ് തങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ട് തങ്ങൾ തന്നെ ആ ഭാഗം അങ്ങോട്ട് മായ്ച്ചു. തങ്ങളും മായ്ക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ കത്തിൽ എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും വാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു കടലാസ് നേതാവല്ല എന്നർത്ഥം. ഇവിടെ കടലാസിൽ കൊടുത്തില്ല എന്ന് പറയുമ്പോ ആൾക്കാർ ഒച്ചപ്പാടുണ്ടാക്കല്ലേ, അതിന്റെ അർത്ഥം കടലാസ് നേതാവാ. എന്തേ ആ സ്ഥാനം കടലാസിൽ കൊടുക്കാതിരുന്ന്? കാരണം ആ സ്ഥാനത്തിന് കാര്യമായിട്ടൊരു സ്ഥാനം എവിടെയുള്ളൂ? കടലാസിലേ ഉള്ളൂ. ഇത് കടലാസിൽ എന്റെ പേരിന്റെ അപ്പുറത്ത് റസൂലുള്ളാഹി എന്ന് എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. കാരണം എന്റെ റിസാലത്ത് ലോകത്ത് സാക്ഷ്യപ്പെടുത്തിയത് മറ്റു നബിമാരെ പോലെയൊന്നല്ല, എന്റെ റിസാലത്ത് സാക്ഷ്യപ്പെടുത്തിയത് അള്ളാഹുവാണ്. വകഫാ ബില്ലാഹി ഷഹീദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളതിന് സാക്ഷിയായിട്ട് അല്ലാഹു മതി. അതിനേക്കാളും വലിയ സാക്ഷി ലോകത്താരാണ്? തങ്ങളെ റിസാലത്ത് സാക്ഷ്യപ്പെടുത്തിയത് അല്ലാഹുവാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്ന
ഇന്നക ലമിനൽ മുർസലീൻ. മറ്റു നബിമാരൊക്കെ ഞാൻ അല്ലാഹുവിന്റെ റസൂലാന്ന് പറയുമ്പോ ആളുകൾ എതിർത്തിട്ട് നിങ്ങൾ റസൂലല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ല എന്ന് പറയുമ്പോഴും അല്ല കൂട്ടരെ അങ്ങനെ പറയരുത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുറച്ചാളുകൾ നിങ്ങൾ റസൂലല്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മറുപടി അങ്ങനെ പറയരുത്. വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഖുർആൻ തന്നെയാണ് സത്യം, അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട ആള് തന്നെയാണ്. സത്യം ചെയ്ത് ഏതെങ്കിലും ഒരു നബിയുടെ റിസാലത്ത് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഒരു നബിയുടേത് മാത്രമാണ്, അതാണ് ഹബീബുനാ റസൂലുള്ളാഹി. നമ്മളെ നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് മാത്രമേ അള്ളാഹു അങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. ആയത്ത് വിശദീകരിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ആരുടെയും റിസാലത്ത് അല്ലാഹു അങ്ങനെ സത്യം ചെയ്ത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മുനാഫിക്കുകൾ വന്ന് ആണയിട്ട് പറയുന്നത് എന്താ? നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. അതാണ് കേൾക്കുമ്പോഴേക്ക് ആളുകൾ പറയില്ല, ഉസ്താദെ ഓല പള്ളിയിൽ നിന്ന് കൊടുക്കണ വാങ്ക് നിങ്ങളെ പള്ളിയിൽ നിന്ന് കൊടുക്കണ വാങ്ക് ഒന്നല്ലേ? ആ വാങ്കൊക്കെ തന്നെയാണ്. സഹാബത്ത് പറഞ്ഞതും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും ഇവര് പറഞ്ഞത് തന്നെയല്ലേ? അല്ലേ? ഭാഷയിൽ മാറ്റണ്ടോ? പിന്നെ എവിടെ കുഴപ്പം? അനുധാവനത്തിലും ആദരവിലും അംഗീകാരത്തിലും അവിടെ മാറ്റം. അതാണ് തൊട്ട് താഴെ അള്ളാഹു പറയുന്നത്. ആ പറഞ്ഞ ആൾക്കാരെ നബിയെ വിശ്വസിക്കാൻ പറ്റൂല, അവര് പറഞ്ഞത് സത്യാണ്. വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു, ആ കപടന്മാരില്ലേ തങ്ങളെ സദസ്സിൽ വന്നിട്ട് നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് എന്ന് പറഞ്ഞവര് അവര് വ്യാജം പറയുന്നവരാണ്, കള്ളം പറയുന്നവരാണ്. എന്തേ ആ പറച്ചിലിനോട് അല്ലാഹു തആല, ആ പറച്ചിലിനെ പറ്റി അല്ലാഹു തആല കളവാണ് എന്ന് പറയാൻ കാരണം, സഹോദരങ്ങളെ, മനസ്സിലുറച്ച വിശ്വാസം കൊണ്ട് പറഞ്ഞതല്ല, മനസ്സിലുറച്ച വിശ്വാസം കൊണ്ട് പറഞ്ഞതല്ല, അതിനു വേണ്ടി സത്യം ചെയ്തതുമല്ല. പിന്നെന്തിനാണ്? അത് താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചെടുത്ത് ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഐ വല്ലാഹു യശ്ഹദു അന്നഹും ലകാദിബൂന ഫീമാ ളമ്മനു മഖാലതഹും. അവർ ആ വാക്ക് ഉൾപ്പെടുത്തിയ വിഷയത്തിൽ അവർ കളവ് പറയുന്നവരാണ്. എന്താണ് ആ വാക്ക് ഉൾപ്പെടുത്തിയത്? നശ്ഹദു എന്ന് പറഞ്ഞ അർത്ഥം വെച്ചാൽ എന്താ? മറരുത്. നശ്ഹദു എന്ന അർത്ഥം വെച്ചാൽ എന്താ? മനസ്സുകൊണ്ട് ഉറപ്പിച്ച് അതില്ല. ആ വാക്ക് ഉൾപ്പെടുത്തിയ ആശയല്ല. മിൻ അന്നഹാ സ്വാദിറത്തുൻ അൻ ഇത്തിഖാദിൻ വ തുമഅനീന. മനസ്സ് ഉറപ്പിച്ച് ഞങ്ങൾ പറഞ്ഞതാന്ന് പറഞ്ഞില്ലേ, അത് കളവാണ്. ഈ പറച്ചിൽ എവിടുന്നേ ഉള്ളൂ? നാവിൽ നിന്നേ ഉള്ളൂ, മനസ്സിൽ നിന്ന് വന്നതല്ല. മനസ്സിൽ നിന്ന് വന്നതല്ല, കൽബിൽ നിന്ന് വന്നതല്ല നബിയെ. മനസ്സിൽ നിന്ന് വന്നതാണെങ്കിൽ എന്തുണ്ടാകും? തങ്ങൾ പറഞ്ഞതൊക്കെ കേൾക്കും. തങ്ങൾ ഇതാണ് അല്ലാഹുവിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും. ഇതാണ് വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കും. ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചിന്തിക്കട്ടെ എന്ന് പറയില്ല, ആലോചിക്കട്ടെ എന്ന് പറയില്ല, കുടുംബത്തോട് ചോദിക്കട്ടെ ഒന്നും പറയില്ല, എതിർക്കൂല. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ജനങ്ങളോട് സ്വന്തം താല്പര്യം കൊണ്ടൊരു കാര്യം തങ്ങൾ പറയൂല. തങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം പറയുകയാണെങ്കിൽ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. തങ്ങൾക്ക് നൽകപ്പെടുന്ന ബോധനത്തിന്റെ വഹീന്റെ പേരിലല്ലാതെ തങ്ങളൊന്നും സംസാരിക്കൂല. അപ്പൊ പിന്നെ അത് തങ്ങളൊരു തീരുമാനം പറഞ്ഞ തങ്ങളിഷ്ടല്ലേ എന്ന് പറയാനില്ല. നമ്മളാരെങ്കിലും പറഞ്ഞ ഒരു പക്ഷെ ആൾക്കാർക്ക് അങ്ങനെ പറയുന്നത് മൂപ്പരവക പറഞ്ഞാണ്. പക്ഷെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹുക്മ പറയുമ്പോ, ഒരു തീരുമാനം പറയുമ്പോ അത് അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്. പിന്നെ എങ്ങനെ അത് അംഗീകരിക്കൂല എന്നറിയാം. അപ്പൊ ഇവര് പറഞ്ഞ ഈ ഷഹാദത്ത് മനസ്സിലില്ല, നാവിലേ ഉള്ളൂ. അതാണ് അള്ളാഹു പറഞ്ഞത്, വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു, ആ കപടന്മാർ അവർ കള്ളം പറയുന്നവരാണ്. നിങ്ങൾ നോക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു ആദരവാണ്. മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, വല്ലാഹു യശ്ഹദു എന്ന വാക്ക് മുത്ത് നബി തങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു ബഹുമാനമാണ്. നബി അവരെ പറച്ചില് തങ്ങൾ പറ്റിപ്പോകണ്ട, അവര് മുഅ്മിനീങ്ങളാണെന്ന് ധരിച്ചു പോകണ്ട. അവരാ പറച്ചില് നാവില് മാത്രമേ ഉള്ളൂ, മനസ്സിന്റെ അകത്തില്ല, മനസ്സിൽ വിശ്വാസമില്ല. അപ്പൊ മനസ്സിൽ വിശ്വാസമില്ലാത്ത ആളുകളും ഷഹാദത്ത് കലിമ പറയും.
മനസ്സിൽ ശരിക്കും അംഗീകാരമില്ലാത്ത ആളുകളും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയും. ആരാണ് പറയുന്നത്? മുനാഫിക്കുകൾ. ഇവരങ്ങനെ പറയും. പിന്നെ എന്തിനാണ് അങ്ങാണ് അള്ളാഹുവിന്റെ റസൂലെന്നും ഞങ്ങളത് ഉറപ്പാണ് എന്നും വല്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയണ എന്തിനാ? എന്താ അതിന്റെ ലക്ഷ്യം? ഇത്തഖദൂ ഐമാനഹും ജുന്ന. അവരുടെ ഈ സത്യവാചകങ്ങൾ അതൊരു പരിചയാണ്, ഒരു രക്ഷയാണ്. അവരെ പറ്റിയിട്ട് ഒരു കുഫ്റിന്ന്, അവർ സത്യനിഷേധത്തിന്റെ ആൾക്കാരാണ്, ഷിർക്കിന്റെ ആൾക്കാരാണ്, കുഫ്റിന്റെ ആൾക്കാരാണ് തൽക്കാലം പറയാതിരിക്കാനുള്ള ഒരു പുറംപൂച്ച്, ഒരു കാവല്. അതാണ് ഇവരങ്ങനെ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്, എന്നാൽ തൽക്കാലം അങ്ങനെ നോട്ടെ, വേറെ തീരുമാനം നിങ്ങൾ ഓല മേല് വരണ്ട എന്ന് കരുതിയിട്ട് ഒരു കാവലിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞാണ്. നമ്മളെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു തീരുമാനം വന്നാൽ നമുക്കെതിരെ പറയൂല. നമ്മൾ അഷ്ഹദു പറഞ്ഞു, അഷ്ഹദു റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, അത് ഇവിടെ കിട്ടുള്ളൂ. അവരങ്ങനെ പറഞ്ഞില്ലേ? ആ പറഞ്ഞത് മാനിച്ചുകൊണ്ട് അവർക്കെതിരെ വേറെ നടപടികളൊന്നും വരണ്ട, തീരുമാനമൊന്നും എടുക്കണ്ട. ഷഹാദത്ത് കലിമ ചൊല്ല കൂട്ടരല്ലേ എന്ന നിലക്കൊരു രക്ഷാ കവചത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇത്തഖദൂ ഐമാനഹും ജുന്ന. അവരുടെ ആ സത്യവാചകങ്ങൾ മുഴുവനും സംരക്ഷണത്തിന് വേണ്ടി, വിജയിക്കാൻ വേണ്ടി, കാവലിന് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾ നോക്ക്, അവരൊരു ഫിത്ന എത്രയാണെന്നറിയോ? മുനാഫിക്കുകള് ഫസദ്ദു അൻ സബീലില്ലാഹ്. ഇപ്പുറത്ത് നഷ്ഹദു ഇന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ഏതെങ്കിലും ആളുകൾ നബിതങ്ങളെ അന്വേഷിച്ച് വിശ്വസിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ സ്വകാര്യത്തിൽ അവർ പറയുന്നത് നിങ്ങളിപ്പോ ഇനി വിശ്വസിക്കാൻ പോണ്ട, അത് സത്യമാണോ എന്ന് എന്നെ ബോധ്യപ്പെട്ടില്ല, കുറച്ചുകൂടി കാലം താമസിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. ഫസദ്ദു അൻ സബീലില്ലാഹ്. മുത്തുനബിതങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് ഒരുങ്ങി പുറപ്പെട്ടാൽ അവിടെ തടയും, അവിടെ അള്ളി വെക്കും, എന്താന്ന് പറയും, അത് ശരിയല്ല എന്ന് പറയും, ആ ഭാഗത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറയും. കാരണം എന്താ? ഞങ്ങൾക്ക് തന്നെ ഉറപ്പായിട്ടില്ല. അപ്പൊ നിങ്ങൾ ഷഹാദത്തിൽ ചൊല്ലിയതോ? ഞങ്ങൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ചൊല്ലിയതാ. എന്ത് രക്ഷ? ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ വിശ്വസിക്കാത്തവർക്ക് എന്തെങ്കിലും തീരുമാനം അള്ളാഹുവിൽ നിന്ന് വന്നാൽ ഒരു പക്ഷെ അവർക്കെതിരെ തീരുമാനം വരും. എന്ത്? അവര് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരോട് ഏറ്റുമുട്ടണം, സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തവർ സ്വീകരിക്കുന്നതിൽ ഏറ്റുമുട്ടണം, ശത്രുക്കളായവർ മാറിയാൽ. അല്ലെങ്കിലോ അവരെ അറസ്റ്റ് ചെയ്യണം. ഇതൊന്നും ഞങ്ങൾക്ക് വരൂല, കാരണം ഞങ്ങൾ ബാഹ്യതലത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ അത് ചൊല്ലി എന്നുള്ള മേൽവിലാസത്തിൽ അങ്ങനെ ജീവിക്കാൻ പറ്റും, ആ ചൊല്ലി എന്നുള്ള മേൽവിലാസത്തിൽ അങ്ങനെ നടക്കാൻ പറ്റും. അത്തരത്തിലുള്ള തീരുമാനം നിങ്ങൾ ഞങ്ങൾക്ക് വരൂല. എന്നാ ശരിയായ നിലക്കുള്ള ഈമാനുണ്ടോ? ഇല്ല. ഫസദ്ദു അൻ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിശ്വസിക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരുങ്ങി പുറപ്പെട്ടു വന്നാൽ അത് തടയും. എന്നിട്ട് പറയും നിങ്ങളിപ്പോ അങ്ങോട്ട് പോണ്ട, അത് സത്യമാണോ എന്ന് ബോധ്യപ്പെടട്ടെ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ തന്നെ അയാൾ ഇസ്ലാമെന്ന് പുറത്താ. നിങ്ങൾ നോക്ക്, നമ്മളോട് ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് ഇസ്ലാമിലേക്ക് വരാൻ വലിയ പൂതിയുണ്ട്, നമ്മളൊന്ന് ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചു തരും. അപ്പൊ മുസ്ലിമായ ഒരു മനുഷ്യൻ പറയാണ് വെറുതെ വന്ന് കുടുങ്ങണ്ട, 5 വക്ത് നിസ്കരിക്കണം, ശിക്ഷാ നടപടികളൊക്കെ കർശനാണ്, കുറെ ഫർളുകൾ, കുറെ സുന്നത്തുകളുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു. ആ പറഞ്ഞ ടൈമിൽ ആള് മുർത്തദ്ദായി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു, ആളാ പറഞ്ഞ ആ വാക്കുകൊണ്ട് മുർത്തദ്ദായി പോയി, ദീനിന്ന് പുറത്തുപോയി. അല്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞു ഞാനൊന്ന് ഇസ്ലാമിനെ പറ്റി പഠിച്ച് ഒന്ന് ഷഹാദത്ത് കലിമയും അല്ല, എന്റെ മനസ്സ് കുറെ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഞാൻ പഠിച്ചു നോക്കുമ്പോ ഏറ്റവും നല്ല മതവും സിദ്ധാന്തവും നിയമത്തിന്റെ സൗന്ദര്യം ഒക്കെ ഇസ്ലാമിനാ കാണുന്നത്, ഞാനങ്ങനെ വന്നാലോ? ഒരു കൊല്ലം കൂടി കഴിഞ്ഞോട്ടെ, ഈ ഫ്രീഡം ഒന്നും പിന്നെ കിട്ടൂല എന്നാണോ പറയുന്നത്? ഒരു 5 ദിവസം കഴിഞ്ഞോട്ടെ എന്നാണോ പറയുന്നത്? 1 മണിക്കൂർ കഴിഞ്ഞോട്ടെ എന്നാണോ പറയുന്നത്? ഈ പറച്ചിൽ കൊണ്ട് മറ്റേ വരാൻ ഉദ്ദേശിച്ച ആളല്ല, ഈ പറഞ്ഞു കൊടുക്കുന്ന ആള് ഇസ്ലാമെന്ന് പുറത്തുപോയി, മുർത്തദ്ദായി പോയി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ശരിയായ നിലക്ക് ഇസ്ലാം അംഗീകരിച്ച് സ്വീകരിച്ച ആളാണെങ്കിൽ അയാളങ്ങനെ പറയില്ല. അയാളെ ഉള്ളിൽ ഈമാനും ഇസ്ലാമും ഉറച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അങ്ങനെ പറയൂല. പിന്തിരിപ്പൻ ശൈലി ഉണ്ടാകൂല. ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ പറ്റി പ്രവിശാലമായി പറഞ്ഞു കൊടുക്കും. അയാളെ മനസ്സിൽ തെളിഞ്ഞു നല്ല വഴിയാണെന്ന് ബോധ്യപ്പെട്ടു എങ്കിലേ ആള് വന്നോട്ടെ. വരണം എന്നുള്ള നിർബന്ധമോ കീർത്തനയോ ശാസനയോ ഒന്നുമില്ല. ഒരാളും അങ്ങനെ വന്നോളെന്ന് ഇവിടെ നിർബന്ധമൊന്നുമില്ല. ബോധ്യപ്പെട്ടിട്ട് ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവർക്ക് തടസ്സവുമില്ല. പക്ഷേ ഇവര് വഴി തടയുകയാണ്. അള്ളാഹു പറയുന്നു ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ. അവരാ ചെയ്യുന്ന പണി വളരെ മോശമാണ്, വളരെ വൃത്തികെട്ട പണിയാണ് മുനാഫിഖുകൾ ചെയ്തത്.
കാരണം പുറത്ത് വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലുക, എന്നിട്ടോ അപ്പുറത്ത് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിഘ്നം സൃഷ്ടിക്കുക. വരരുത്, തോന്നിപ്പോകരുത്, കേട്ടുപോകരുത്, വലിയ പ്രശ്നമാണ് എന്ന് പറയുക. വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ തടയുക. വരാൻ ഉദ്ദേശിച്ച ആരെങ്കിലും വിശദീകരണങ്ങൾ വന്നു ചോദിച്ചാൽ അവരതിൽ നിന്ന് തടഞ്ഞു മാറ്റുക. അല്ലാഹു പറയുന്നു, ഈ പണി അവർ ചെയ്യുന്നത് വളരെ മോശമാണ്. ذَلِكَ بِأَنَّهُمْ آمَنُوا ثُمَّ كَفَرُوا فَطُبِعَ عَلَى قُلُوبِهِمْ فَهُمْ لَا يَفْقَهُونَ. ഇവരെ ഈ പണി വളരെ മോശമാണ് എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം, ഇവര് മുനാഫിഖുകളാണ് എന്ന് പറയാനുള്ള കാരണം, ഇവര് പറഞ്ഞത് കളവാണ് എന്ന് പറയാനുള്ള കാരണം, ബിഅന്നഹും ആമനു, അവര് വിശ്വസിച്ചു. ആദ്യം എന്ത് പറഞ്ഞു? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞു. സുമ്മ കഫറു, പിന്നെ അവര് നിഷേധിച്ചു. കണ്ടോ, നിഫാഖ് എന്ന് പറഞ്ഞാലേ, നിഫാഖ് എന്നുള്ള വാക്ക്, ആ വാക്കിന് ഒരു അർത്ഥമുണ്ട്. മുനാഫിഖ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു വഴിക്ക് ഇസ്ലാമിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുക, മറ്റൊരു വഴിക്ക് ഇസ്ലാം ഒന്ന് പുറത്തു പോകുക. അതാണ് പറഞ്ഞാല് പറച്ചില് ഇസ്ലാമിലേക്ക് വന്നു, ഉള്ളില് അംഗീകരിക്കാത്തത് കൊണ്ട് ആള് പുറത്തേക്കും പോയി. അപ്പൊ മഹാന്മാര് പറഞ്ഞു, സത്യത്തിൽ നാഫിഖ എന്നുള്ള വാക്കിൽ നിന്നാണ് നിഫാഖ് എന്നുള്ളത് വന്നത്. നാഫിഖ, ബാബുൻ നാഫിഖ എന്ന് പറയും. ഈ പെരിച്ചായി മടല്ലേ, പെരിച്ചായിന്റെ മട പോലെയാണ് മുനാഫിഖീങ്ങൾ. പെരിച്ചായിന്റെ മട ഉണ്ട് ഈ നാട്ടിൽ. പെരിച്ചായി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? പെരിച്ചായിന്ന് അറിയില്ലേ? ആ, പെരിച്ചായ്ക്ക് 2 മടണ്ടാവും. ശ്രദ്ധിച്ചില്ല? 2 മടണ്ടാവും. ഒന്ന് അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്, മറ്റൊന്ന് ചുളിവിലൂടെ പുറത്തു പോകാനുള്ളതാണ്. ഈ ചുളിവിലൂടെ പുറത്തു പോകാനുള്ളതിന്റെ മേലെ കുറച്ച് മണ്ണിങ്ങനെ കൊണ്ടുപോയി കൂട്ടിയിടും. അപ്പൊ യഥാർത്ഥത്തിൽ മാളം കാണുന്നിടത്തേക്ക് നമ്മളൊരു വടി കൊണ്ട് അതിന് പുറത്ത് അടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ കൊല്ലാൻ ഉദ്ദേശിച്ച് ഭയങ്കര ഫിത്തിന അതിനെ കൊണ്ട് അവിടെ കടിച്ച് ഇവിടെ കടിച്ച് തലയിണ കടിച്ച് പുതപ്പ് കടിച്ച് എല്ലാം നശിപ്പിച്ച് ഇതിനെ വല്ലാത്ത ഒരു ഉപദ്രവ ചെയ്യുന്നത്. കൊല്ലണം എന്നുള്ളവർക്ക് ഓപ്പണായി കാണുന്ന മാളത്തിലേക്ക് നമ്മളൊരു കൊള്ളിയിട്ട് ഈ ഒരൊറ്റ കുത്തുകൊണ്ടത് പണിയാകും എന്ന് കരുതിയിട്ട് നമ്മൾ കുത്തുമ്പോഴേക്ക് ആ മണ്ണൊക്കെ കൂട്ടി വെച്ചിട്ടൊരു മാളപ്പുറത്തുണ്ട്, അതിലൂടെ ആളൊറ്റ പോക്ക പുറത്ത്. അപ്പോഴാ നമുക്ക് തോന്നാ അവിടെ ഒരു മാള അങ്ങനെ ഉണ്ടല്ലേ. അതാണ് മുനാഫിഖീങ്ങൾ. ഒരു ബാബിലൂടെ, ഒരു അധ്യായത്തിലൂടെ, കവാടത്തിലൂടെ ഇങ്ങോട്ട് കയറി. ഏതാ കവാടം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മറ്റൊരു വഴിക്ക് അവർ പുറത്ത്. ഏതാ വഴിക്ക് പുറത്ത്? അംഗീകരിക്കാനോ അനുധാവനം ചെയ്യാനോ സ്വീകരിക്കാനോ ബഹുമാനിക്കാനോ ഒന്നിനും കഴിയില്ല. ആ വഴിക്ക് അവർ പുറത്താണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം ബഹുമാനങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ ബഹുമാനങ്ങൾ സ്വീകരിക്കാനും അംഗീകരിക്കാനും ഈമാനുള്ള ആളുകൾ റെഡിയാണ്. അവരതിന് എപ്പോഴും റെഡിയാണ്. ഈമാനുള്ളവർ അതിന് ഒരുക്കമാണ്. പക്ഷേ നിഫാഖ്, കാപട്യം, കപടവിശ്വാസം ബാധിച്ച ആളുകൾ, അവർക്കത് അംഗീകരിക്കാൻ കഴിയൂല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്ത് ശരിയാണ് എന്ന് അവർ പറഞ്ഞു. തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്നൊക്കെ അവർ സാക്ഷ്യപ്പെടുത്തി. കാരണം ഒരുപാട് മുഅ്ജിസത്തുകളല്ലേ അല്ലാഹു വെളിവാക്കിയത്. പക്ഷേ അവരാ സാക്ഷിത്വത്തിൽ അവർ കളവ് പറയുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടവർ പിന്തിരിഞ്ഞു കളയുന്നവരാണ്. തങ്ങളെ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല, പിൻപറ്റാൻ അവർക്ക് കഴിയില്ല. ദുനിയാവിന്റെ ഇച്ഛകളും ദുനിയാവിന്റെ താല്പര്യങ്ങളും ആ ഭാഗത്തേക്ക് അവർ പുറംതിരിഞ്ഞു നിന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അവഗണിക്കുന്നു, തങ്ങളെ നെവർ മൈൻഡ് ആക്കുന്നു, തങ്ങളെ ചെറുതാക്കി കാണിക്കുന്നു. ഒരു സദസ്സിലേക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അവിടെ ഈമാനുള്ളവരും മുനാഫിക്കീങ്ങളും വേറെ അറിയാൻ കഴിയും. എങ്ങനെ? മുനാഫിക്കീങ്ങളൊക്കെ കൂടി ഒരു മുഖം തിരിച്ചിൽ അങ്ങനെ എന്താ ചിലപ്പോ ചിലർ പറയും ചെയ്യും, എന്തിനാപ്പ അങ്ങനെ പറയും. സ്വഹാബത്ത് വളരെ താല്പര്യത്തോടെ തങ്ങളിൽ നിന്നുള്ള ഇൽമു സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴും നിഫാഖ് ബാധിച്ച ആളുകൾ പറയും, എന്റെ ആവശ്യമില്ല, അതിവിടെ പറയേണ്ട ആവശ്യമില്ല,
അതുകൊണ്ടാണ് മദീനയിലെത്തിയപ്പോൾ തങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച ഒരു രംഗം ഹദീസിൽ കാണാം, സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. തങ്ങളോട് കൂടെ ഒരു സഹാബിയുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഹുദാഫ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഇങ്ങനെ ഒരു വാഹനത്തിൽ പോയൊരു വഴിക്കിറങ്ങി. തങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ജനക്കൂട്ടം ഇങ്ങനെ നിൽക്കുന്നു, തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അവരോട് അല്ലാഹു തആലാന്റെ ദീനിനെ പറ്റി പറഞ്ഞു കൊടുക്കാലോ എന്ന് കരുതിയിട്ട് തങ്ങൾ ഇറങ്ങിയതാ. വാഹനത്തിൽ നിന്ന് ഇറങ്ങി തങ്ങൾ ആ സഭയിലേക്ക്, ആ സദസ്സിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ ഒരാള് വന്നിട്ട് അവരെ കൂട്ടത്തുനിന്ന് കണ്ടാലൊരു നേതൃ പദവിയൊക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള നല്ല അലങ്കാരവും നല്ല സൗന്ദര്യവും നല്ല സെറ്റപ്പും നല്ല ശരീരത്തിന്റെ വടിവൊത്ത ശൈലിയൊക്കെ ഉള്ള ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് അല്ല ഇരുന്ന വഹിയൊക്കെ അല്ലേ, ആ വഹിയൊക്കെ പൊരയിൽ വരുന്ന ആൾക്കാർക്ക് അവിടെ വിളമ്പി കൊടുത്താൽ മതി, ഇവിടെ വിളമ്പണ്ടാന്ന്. ഇവിടെ അത് വിളമ്പേണ്ട ആവശ്യമല്ല, അത് അവിടെ വരുന്ന ആൾക്കാർക്ക് അവിടെ പറഞ്ഞു കൊടുത്താൽ മതി. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇറങ്ങിയ ആയത്തുകളൊന്നും ഇവിടെ ഓതി ചെലവാക്കണ്ട, അത് നിങ്ങൾ വീട്ടിലിരിക്കുക, അങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ഓതിക്കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. എല്ലാ സ്ഥലത്തും പോയി അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മുത്തുനബി തങ്ങൾക്ക് പെർമിഷൻ കൊടുത്തത് അല്ലാഹുവാൻ. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക് വഇല്ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലത വല്ലാഹു യഅസിമുക എന്ന് പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നിൽ വന്ന് മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് കൂടുന്ന ആളാണ് ഈ അബ്ദുല്ലാഹി ബിൻ സലൂൽ പറഞ്ഞ ആൾ. നബി തങ്ങൾ ഒരു സദസ്സിലേക്ക് വന്നപ്പോഴേക്ക് അയാളെ അവഗണന, അയാളെ മുഖം തിരിച്ചു കളഞ്ഞ് ആക്ഷേപത്തിന്റെ ശൈലി, അത് ഉള്ളിൽ കപട വിശ്വാസത്തിന്റെ എല്ലാ തരം മറകളും ഉള്ളത് കൊണ്ടാണ് പുറത്ത് നാവിലൂടെ അങ്ങനെ വന്നത്. അതാണ് ഇവിടെ അല്ലാഹു തആല പറഞ്ഞത്, വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നു, മുനാഫിഖുകൾ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ആ സാക്ഷ്യപ്പെടുത്തൽ ശരിയായ രൂപത്തിലുള്ള സാക്ഷ്യപ്പെടുത്തലല്ല, അത് നാവ് കൊണ്ടുള്ള ഒരു പറച്ചിൽ മാത്രമാണ്, മനസ്സതിന്റെ കൂടെയില്ല. ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും അംഗീകരിക്കുമായിരുന്നു. അങ്ങനെ തങ്ങൾ ആ സദസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് തങ്ങളെ കൂടെ വന്ന സ്വഹാബിയോട് ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യിൻ സലൂൽ പറഞ്ഞു, ആ ഹദീസിൽ കാണാം, ഈ കഴുതയുടെ മൂത്രം വാസനിക്കുന്നുണ്ട്, അതിനൊന്ന് മാറ്റിക്കെട്ടണം. മനസ്സിലായോ? കഴുത മൂത്രം വെച്ചിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെയാണല്ലോ, പറ്റാത്ത ഒരാളെ വീട് കണ്ടാൽ നമുക്ക് ആ വീട് എന്തായിട്ടേ തോന്നുള്ളൂ, കുഴപ്പമുള്ള വീടായിട്ടേ തോന്നുള്ളൂ. അങ്ങനെയല്ലേ? അയാളെ വാഹനം കണ്ട, ഇതപ്പൊ ഒരു വാഹനം, ഇതിനെക്കാലം മുന്നേ എത്ര ഉണ്ട്, ആ വാഹനത്തിന് കുഴപ്പമില്ലെങ്കിലും കുഴപ്പേ പറയും. ആ ചെരുപ്പിന് തകരാറില്ലെങ്കിലും തകരാറേ പറയൂ. അബ്ദുല്ലാഹിബിൻ ഉബയ്യിൻ സലൂൽ പറഞ്ഞു, ഈ കഴുതയുടെ മൂത്രം വാസനിക്കുന്നുണ്ട്, മാറ്റിക്കെട്ടണം. അപ്പൊ ആ സ്വഹാബി പറഞ്ഞു, അബ്ദുല്ലാ ഒരു കാര്യം കേൾക്കണോ, ഇന്ന ബൗല ഹിമാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുതയുടെ മൂത്രം അത്യബു റായിഹതം മിൻകാ, നിന്നെക്കാളും സുഗന്ധമേറിയതാണ്. നീ ഒരു മനുഷ്യനല്ലേ, നിന്നെക്കാളും സുഗന്ധമേറിയതാണ് തങ്ങൾ സഞ്ചരിച്ച വാഹനമാകുന്ന ഹിമാറിന്റെ മൂത്രം. അതുകൊണ്ട് അതിനെ തള്ളിപ്പറയണ്ട, അവഗണിക്കണ്ട. വാഹനം അവിടെ മൂത്രമൊഴിച്ചിട്ടല്ല പ്രശ്നം, ആ വാഹനപ്പുറത്ത് വന്ന ആളുകളെ പറ്റാത്തത് കൊണ്ടാണ് വാഹനത്തെ കുറ്റം പറയുന്നത്. അതാ മനുഷ്യന്റെ ഉള്ളിലുള്ള നിഫാഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ സ്ഥലങ്ങളിലും അവഗണിച്ചു. തങ്ങളെ നേതാവാക്കി ജനങ്ങളൊക്കെ അംഗീകരിച്ചപ്പോൾ തങ്ങളുടെ ആളായി നിന്നിട്ട് ഫിത്നയുടെ പണി, തൊരപ്പം പണിക്ക് നേതൃത്വം കൊടുത്ത ആളാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ. അതിന്റെ വിവിധ ശൈലികളാണ് അവന്റെയും അവന്റെ സംഘത്തെയും ഖുർആൻ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്ക്, നഷ്ഹദു ഇന്നക റസൂലുള്ളാഹ് എന്നൊക്കെ നല്ല കട്ടിയിൽ പോയി പറഞ്ഞിട്ടും പക്ഷേ തങ്ങൾ പറഞ്ഞത് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ കൂടെ നിൽക്കാനോ ഒരുക്കമല്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, യഥാർത്ഥത്തിലുള്ള സത്യസാക്ഷ്യം അതെങ്ങനെ മനസ്സിലാകും?
അത് അനുധാവനം കൊണ്ട് മനസ്സിലാകും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയ ആളുകൾ, തങ്ങളെ കണ്ട് ജീവിച്ച ആളുകൾ ആരാ? സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെ കണ്ട് ജീവിച്ച ആളുകൾ താബിയുകൾ, അവരെ കണ്ട് ജീവിച്ച ആളുകൾ തബഉ താബിയുകൾ. ഇവരൊക്കെ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചത് അങ്ങനെ ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കണം. ആ ബഹുമാനത്തിന് എതിരായിട്ടാണോ നീങ്ങുന്നത് എന്നാ പിന്നെ അത് പറച്ചില് മാത്രമേ ഉള്ളൂ, അനുധാവനല്ല. എങ്ങനെ സ്വഹാബത്ത് കണ്ട ബഹുമാനം? അതാണ് ഒരാളിങ്ങനെ നമ്മളൊക്കെ അയാളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളൊക്കെ അയാളെ പോലെയാണ്, അയാളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാ വാക്ക് ചക്കര വാക്ക് കേട്ടിട്ടേ പറ്റിപ്പോകണ്ട. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ഇബ്നാദം മനുഷ്യ ലാ യഗുറന്നക ഖൗലു മൻ യഖൂൽ, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നീ വഞ്ചനയിൽ പെട്ടുപോകണ്ട. ജനങ്ങൾ പലരും പറയും നമ്മളെയാളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹം നിന്നിൽ ഉണ്ടാകണമെങ്കിൽ അനുധാവനവും നിന്നിൽ കാണണം. അള്ളാഹുവിനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അയാളെ അടയാളം? ഖുർആൻ പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നവരാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ വേണ്ടി അല്ലാഹ് കൽപ്പിച്ചതാണ്, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. എന്നെ നിങ്ങൾ പിൻപറ്റുന്നുണ്ടോ എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളെ വൈകല്യങ്ങൾ അള്ളാഹു മാപ്പാക്കി തരും. നാവ് കൊണ്ടുള്ള പറച്ചില് പോരാ. ഹസൻ ബസ്രി തങ്ങൾ പറയാണ്, ആ പറച്ചില് കേട്ടിട്ട് നീ വഞ്ചനയിൽ പെട്ടുപോകണ്ട. ചിലരൊക്കെ പറയും മനുഷ്യന്മാർ ആരെ സ്നേഹിക്കുന്നോ ഓരോടൊപ്പമാണ് എന്ന് പറയും. മഹത്തുക്കളെ കൂടെ നീ ചേരണോ? അവരുടെ അമല് എന്തൊക്കെ അവർ ചെയ്തിട്ടുണ്ടോ ആ അമല് കഴിവിന്റെ പരമാവധി നീയും ചെയ്യണം. എനിക്കിഷ്ടാണ്, എനിക്ക് വലിയ മഹബത്താ, എനിക്ക് അവരോട് വലിയ സ്നേഹ, പറച്ചില് മതിയോ? നമ്മളോലെ വലിയ പ്രിയക്കാരാണ്, എന്താ പറച്ചിലിന്റെ കാര്യമുള്ളത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ഇഷ്ടാണ് എന്നൊക്കെ പറയും. ആ വലിയ ഇഷ്ടാ, എന്നാ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഒരു 10 സ്വലാത്തില്ല, അത് പറ്റൂല. കൂടാണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലിക്കോളി, അതിനിപ്പോ നേരല്ല കേട്ടാ. അപ്പൊ ആ കൂടിയുള്ള സ്വലാത്തും പറ്റൂല, ഒറ്റക്കുള്ള സ്വലാത്തും പറ്റൂല. എന്തേ കാരണം? അങ്ങനൊന്നും പറ്റൂല. സ്വലാത്തല്ലാന്ന് അല്ലാഹു തആല പറഞ്ഞാലേ. എങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെല്ലേണ്ടി, കൂട്ടായി ചെല്ലാൻ പാടില്ല എന്നല്ല പറഞ്ഞോ? എങ്ങനെയും ചെല്ലാന്ന് അല്ലാഹ് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എങ്ങനെ ചെല്ലണമെന്നുള്ള രൂപം എന്നല്ല പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം കൂട്ടായിട്ടും ചെല്ല, ഒറ്റക്കും ചെല്ല, സദസ്സിലും ചെല്ല, വീട്ടിലും ചെല്ല, ഒക്കെ ചൊല്ലാന്നാണ്. പക്ഷെ അത് പറ്റൂല. സ്വലാത്തിന് വിളിക്കും, അത് വലിയ ബേജാറാണ്. എന്താ ബേജാറ്? നിങ്ങളെ സ്നേഹിക്കുന്ന ആളല്ലേ. അപ്പൊ സ്വഹാബത്തൊക്കെ തങ്ങളെ സ്നേഹിച്ചിട്ട് എന്ത് ചെയ്തു? സ്വലാത്തല്ലി, മഹാന്മാര് ചൊല്ലി, താബിയുകൾ ചൊല്ലി. ആ സ്വലാത്ത് കൊണ്ട് ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുത്തി. എന്നാ അതേ വഴിക്കല്ലേ നിങ്ങളും നീങ്ങേണ്ടത്? അത് പറ്റൂല. അപ്പൊ ആ സ്നേഹം നാവിൽ മാത്രമേ ഉള്ളൂ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കർമ്മരംഗത്ത് വേണം. കാരണം അമ്പിയാക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് യഹൂദികൾ പറഞ്ഞിരുന്നു, ക്രൈസ്തവരും പറഞ്ഞിരുന്നു അമ്പിയാക്കളെ സ്നേഹിക്കുന്നുണ്ട്. ജൂതന്മാര് പറഞ്ഞില്ലേ ഞങ്ങൾ മൂസാ നബിന്റെ ആൾക്കാരാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞു നബി തങ്ങളോട് ഞങ്ങൾ ഈസാ നബിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഓലെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങൾ രക്ഷപ്പെടുമോ? തങ്ങൾ വന്നപ്പോൾ യഹൂദി നസാറാക്കൾ പറഞ്ഞു, യഹൂദികൾ പറഞ്ഞു ഞങ്ങൾ മൂസാ നബിന്റെ ആൾക്കാരാണ്, ക്രൈസ്തവര് പറഞ്ഞു ഞങ്ങൾ ഈസാ നബിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഓലെ സ്നേഹിക്കുന്നുണ്ട്, ഓലെ കൂടെയാണ്. ഓലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവരേറ്റവും കൂടുതൽ, ആ നബിമാർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പൊ ആ പ്രവാചകന്മാരെ ഇവര് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവര് മുത്തുനബി തങ്ങളെ സ്നേഹിക്കണം, സ്വീകരിക്കണം, അനുധാവനം ചെയ്യണം. അപ്പൊ അത് വാക്കിൽ മാത്രമേ ഉള്ളൂ, പിന്തുടർച്ചയിലില്ല. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ വാചകം കൊണ്ട് മാത്രം കാര്യം നടക്കൂല. പിന്നെയോ അനുധാവനം വേണം, ബഹുമാനം വേണം. മഹാന്മാര് ബഹുമാനിച്ചതുപോലെ ബഹുമാനിക്കാൻ കഴിയണം. അത്തരത്തിലുള്ള വലിയ ബഹുമാനൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അത് ഈമാനിന്റെ കുറവാണ്, നിഫാഖിന്റെ അടയാളമാണ്. നിങ്ങൾ നോക്കൂ, മഹത്തുക്കൾ എങ്ങനെ ബഹുമാനിച്ചു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം വല്ലാത്ത ബഹുമാനമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം. മഹാനവറുകൾ ഒരു ഹദീസ് പറയാൻ ഉദ്ദേശിച്ചാൽ ഉളു എടുക്കും, എന്നിട്ട് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, അതിൽ അത്തറ് തേക്കും. ആ ഹദീസ് പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഇരിക്കും.
ഇരുന്നതിന് ശേഷം മഹാനവറുകൾ താടിയൊക്കെ ചീകി റെഡിയാക്കി നല്ല ബഹുമാനത്തോടെ ഇരുന്ന് ഹദീസ് അങ്ങ് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒരാൾ ചോദിച്ചു, അല്ല ഉസ്താദേ, എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ഉഹിബ്ബു അൻ ഉഅല്ലിമ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹദീസ് പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. ആ ഹദീസിനോട് എനിക്ക് വലിയ ബഹുമാനമാണ്. അതുകൊണ്ടാണ് ഉളു എടുത്ത ശേഷം മാത്രമേ ഞാൻ ഹദീസ് പറയുകയുള്ളൂ. മഹാനവറുകൾ പറയുന്നു, ഉളു ഇല്ലാതെ ഒരൊറ്റ ഹദീസും ഒരാൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോ പിന്നാലെ കൂടിയിട്ട് എത്ര ആളെ ഹദീസ് ചോദിച്ചാലും ഹദീസ് പറഞ്ഞു കൊടുക്കൂല. അതൊന്നും ഇങ്ങനെ നടക്കണ വഴിയിൽ ഇങ്ങനെ സൊറപറപറാന്ന് പറയാൻ പറ്റിയതല്ല. അതിനൊക്കെ ഇരിക്കേണ്ടതുപോലെ ഇരുന്ന് സുന്നത്തായ കർമ്മങ്ങളൊക്കെ ചെയ്ത് വളരെ ബഹുമാനത്തോടെ പറയേണ്ടതാണ്. ആ ഒരു ബഹുമാനം മുൻഗാമികൾ കാണിച്ചു എന്ന് പറയുമ്പോ അതേ ബഹുമാനമാണ് പിൽക്കാലത്തുള്ള ആളുകളും സ്വീകരിക്കേണ്ടത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എത്ര ഇൽമിന്റെ ബഹ്റാൻ. ആ മഹാനുഭാവൻ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണിച്ച ബഹുമാനമാണിത് എന്ന് പറയുമ്പോ ചിലര് പറയാം അത്ര വലിയ ബഹുമാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവർ ഈമാനിന്റെ കുറവാണ്, നിഫാഖിന്റെ കട്ടിയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ ഹദീസ് പറയുന്ന സമയത്ത് ശിഷ്യന്മാരൊക്കെ പറയുന്നു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് പറയുമ്പോ അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങൾ പറയുന്നു, ഞങ്ങളൊക്കെ ആ സദസ്സിലുണ്ട്. ഒരു തേള് വന്നു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തേള് കടിച്ചു. നമ്മൾ തേളിന്റെ രൂപം കണ്ടാൽ തന്നെ നമ്മൾ എണീറ്റ് പോകും. ഹദീസിന്റെ ക്ലാസ്സിലേക്ക് തേളിങ്ങനെ കേറി വന്ന് മഹാനവറുകളെ കടിച്ചു. 16 പ്രാവശ്യം കടിച്ചു. മഹാനവറുകളുടെ ശരീരത്തിന്റെ കളറൊക്കെ മാറുന്നുണ്ട്, പക്ഷേ ക്ഷമയോടെ ഇരിക്കുന്നു, ഹദീസ് മുറിക്കുന്നില്ല. സദസ് സമാപിച്ചു. ജനങ്ങളൊക്കെ പല ഭാഗത്തേക്കും തിരിഞ്ഞപ്പോ ശിഷ്യനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് തങ്ങൾ വന്ന് ചോദിച്ചു, ഉസ്താദേ, ലഖദ് റഅയ്തു മിൻക അജബാ, നിങ്ങളിൽ നിന്ന് ഞാൻ വലിയൊരു ബഹുമാനമാ കണ്ടത്, വലിയൊരു അത്ഭുതമാണ് കണ്ടത്. എന്തേ മോനെ? ഞാൻ ആ ഹദീസ് പറയുന്ന സമയത്ത് തേള് വന്നിങ്ങനെ കുത്തിയിട്ട് ഞാൻ അനങ്ങിയില്ല എന്നല്ലേ ഞാൻ അങ്ങനെ ക്ഷമയോടെ ഇരുന്നത്. ഞാൻ പറയുന്ന വാചകം ആരുടെ വാചകമാണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവിന് വേണ്ടിയാണ്. തങ്ങളെ ഹദീസ് ഞാൻ പറയുമ്പോ തേള് വന്ന് കുത്തിയാലും ശരി, പാമ്പ് വന്ന് കടിച്ചാലും ശരി, വളരെ ക്ഷമയോടെ ഇരുന്ന് കൊടുക്കണം. കാരണം പറയുന്നത് നാടൻ വർത്തമാനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാവിൽ നിന്ന് സ്വഹാബത്ത് കേട്ട ഹദീസാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഹദീസിനോടുള്ള ബഹുമാനം കൊണ്ട് തേളന്നെ എത്ര കടിച്ചാലും എനിക്കത് പ്രശ്നമില്ല. ഇന്നും ആ ബഹുമാനമുണ്ടോ? ഇന്നും ആ ബഹുമാനമുണ്ട്. ആ ബഹുമാനം ഇന്നും പരിഗണിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, നമ്മളോടൊക്കെ പറയണത് മദീനത്ത് പോകും. നമ്മളെ കൊടുക്കുന്ന കുറെ ആൾക്കാർ പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ, നല്ല കാര്യമാണ്. പക്ഷെ അതൊരു കാര്യമാണ്. ഖുർആൻ ഇങ്ങനെ കേൾക്കുന്ന സദസ്സല്ലേ, അത് അവര് വരുന്നു. നല്ല സംഭാവന കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞ, നല്ല സ്വതക്ക കൊടുക്കണം. ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കണം. ഖുർആൻ ഷരീഫ് ഓതിയിട്ട് മഹാന്മാര് പറയുന്ന തഫ്സീറല്ലേ നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരും അല്ലേ? നല്ല സംഭാവന അതിലിട്ട് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും കഴിയുന്ന സംഭാവന കൊടുക്കണം. ഇന്ന് നിങ്ങൾ അങ്ങനെ നല്ല കനപ്പെട്ട സംഭാവന കൊടുത്തതിന് വേണ്ടി ഞാൻ 3 ദിവസത്തേക്കുള്ളത് ആദ്യം തന്നെ അഡ്വാൻസ് ആയി കൊടുത്തിട്ടുണ്ട്. നാളെ എനിക്ക് പോകേണ്ടിയില്ല, മറ്റന്നാളും പോകേണ്ടിയില്ല തീരുമാനിക്കണ്ട. ഇന്ന് കൊടുത്ത സംഭാവനേക്കാളും വലിയ സംഭാവന കൊണ്ട് നാളെ വരണം. മറ്റന്നാൾ തങ്ങൾ വരുന്ന ദിവസമല്ലേ, അപ്പൊ കുറച്ച് കട്ടിയുള്ള സംഭാവന കൊണ്ട് വരണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ സംഭാവന ചോദിക്കുന്നത് മോശമാണെന്ന് ആരും കരുതരുത്. ചിലർ അങ്ങനെ പറയുന്നുണ്ട്, സംഭാവന ചോദിക്കാൻ പാടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കരുതല്ലോ. തങ്ങൾ സഹോദരിമാർക്ക് ഇങ്ങനെ ഒരു വയല് സംഘടിപ്പിച്ചു, പെണ്ണുങ്ങൾക്ക് മാത്രം. ചില നാട്ടിലൊക്കെ സ്ത്രീകൾക്ക് ക്ലാസ് ഇല്ലേ? സ്ത്രീകൾക്ക് ക്ലാസ് ഉണ്ടാവുമ്പോ ചില ആൾക്കാരൊക്കെ പറയും, പെണ്ണുങ്ങൾക്ക് എന്തിനാ അങ്ങനെ ഒരു ക്ലാസ്? അങ്ങനെ വല്ല ആവശ്യമുണ്ടോ? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് മാത്രം ഒരു ക്ലാസ് എടുത്തു. അപ്പൊ തങ്ങളൊക്കെ ഒപ്പുണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു. ക്ലാസ് ഇങ്ങനെ അവസാനിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ തങ്ങളോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കി, അവരെന്തെങ്കിലും സ്വതക്ക കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു മുണ്ടിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ആ മുണ്ടിങ്ങനെ വിരിച്ചുകൊണ്ട് അങ്ങനെ ചെന്നപ്പോ ഫജഅലത്തിൽ മർഅതു തുൽഖിൽ ഖുർത വൽ ഖാതം, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം.
കാതിലെ ചിറ്റയിച്ചിട്ട്, ചിറ്റയിക്കാൻ വേണ്ടി പറയില്ല കേട്ടോ, ഹദീസിൽ വന്ന വിഷയം പറയാണ്. ചിറ്റയിച്ചിട്ട് ഞാൻ ആൾക്കാർ പേടിച്ചും പഠിച്ചു എപ്പോഴക്കാർ ചിറ്റ അയിഞ്ഞു പോകുമെന്ന്, നല്ല വിലല്ലേ. ചിറ്റയിച്ച് മോതിരം അയച്ചിട്ട് ആ മുണ്ടിലേക്ക് ആ വിരിപ്പിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിരുന്നു എന്നാണ്. അങ്ങനെ സംഭാവന ചെയ്തിരുന്നു ക്ലാസുകളിൽ സ്വഹാബി വനിതകളും സ്വഹാബിമാരും. അത് സുന്നത്താണ്, അതുകൊണ്ടാണത്. ചിലര് പറയും ഇവരെല്ലാ പരിപാടിക്കും ഒരു പിരിവാണ്, പോകാതൊക്കെ നല്ലത്. അതൊരു സുന്നത്താണ് സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. വെള്ളിയാഴ്ച പാട്ടപ്പിരിവ് വരുമ്പോഴും നമ്മളെ മനസ്സിൽ വിഷമം ഉണ്ടാകരുത്. അതില് തലേന്നോ അതിന്റെ തലേ ആഴ്ച എവിടെയും കൊടുത്തിട്ട് എടുക്കാത്ത നോട്ട് അതിന് വേണ്ടി കണക്കാക്കി വെക്കും ചെയ്യരുത്. അതിന് നല്ല എടുക്കാൻ പറ്റുന്ന നോട്ട് തന്നെ, 10 ആണെങ്കിൽ 10, 20 ആണെങ്കിൽ 20, 50 ആണെങ്കിൽ കൊണ്ട് കഴിയുന്നതല്ലേ കൽപ്പിച്ചിട്ടുള്ളൂ, അതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല മനസ്സോടെ സംതൃപ്തിയോടെ ഇട്ട് കൊടുക്കണം. ബേജാറോടെ വിഷമത്തോടെ വെപ്രാളത്തോടെ മനസ്സിന് പൊരുത്തല്ലാതെ 100 ഇട്ട് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നല്ല മനപ്പൊരുത്തത്തോടെ ഇടുന്നത് എത്രയാണെങ്കിലും നല്ല സന്തോഷത്തോടെ ഇടണം. അത് അല്ലാഹു തആല നല്ല രൂപത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. അല്ലാഹു സദഖകളൊക്കെ കബൂലാക്കി തരട്ടെ. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വലിയ ബഹുമാനം കാണിക്കേണ്ട സ്ഥലമാണ് വിശുദ്ധമായ മദീന. മദീനത്ത് നമ്മൾ പോയിട്ട് ആ പള്ളിയുടെ പരിസരത്ത് നിന്ന് എവിടെയും സൊറ പറഞ്ഞിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഉമ്മമാരും പെങ്ങന്മാരും സഹോദരങ്ങളൊന്നും ഉംറക്ക് പോകണ്ട, വെറുതെ. സിയാറത്തൻ കഴിയുമ്പോഴത്തേന് ആൾക്കാർക്ക് നമ്മള് നബി ഞങ്ങൾ സിയാറത്ത് ചെയ്തില്ലേ, അവിടുന്നല്ല ആ എഴുതി വെച്ച 4 വരി ബെയ്ത്തൊക്കെ നമ്മൾ ചൊല്ലിയില്ല, അമീർ കാണിച്ചു തന്നിട്ട് ഒക്കെ ആയി. ഇനി ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരുന്നിട്ട് എന്താ, അവിടെ ഇരുന്ന് അങ്ങനെ സൊല്ല് തന്നെ. ഞാൻ ഇപ്പോഴേ ഉബ്ബന്റെ അടിയിലാണുള്ളത്. എന്താ ഓരോരുത്തരെ വർത്തമാനം, എവിടുന്നാത് പറയുന്നത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ സ്വഹാബത്ത് എന്ത് ബഹുമാനം കാണിച്ചോ അതേ ബഹുമാനം നമ്മൾ മദീനയിൽ കാണിക്കണം. അവിടെ വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയണമെങ്കിൽ ഹറമിന്റെ പുറത്തേക്ക്, ആ പള്ളിയുടെ ജന്നത്തുൽ ബഖീന്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട സ്ഥലല്ലേ അവിടേക്ക്. അവിടെ വെച്ച് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സ്വലാത്തുകൾ നിരന്തരം ചൊല്ലണം. ചില ഭാഗ്യദോഷികളായ ആളുകൾക്കൊരു പണിയുണ്ട്. അവിടെ എത്തിയിട്ട് അവനാന്റെ ഫോട്ടോത്തോടുകൂടെ സെൽഫി എടുക്കുന്ന ഒരു സ്വഭാവം, നഊദു ബില്ലാഹ്, വളരെ ദുഷിച്ച സ്വഭാവമാണ്. ചെയ്തു പോകരുത്, തെറ്റാണ്, ബഹുമാനക്കേടാണ്, ചെയ്യാൻ പാടില്ല. നമ്മൾ അവിടെ കൂടെ ഇരുന്നിട്ട് സഭയിരുന്നിട്ട് വർത്തമാനം പറയരുത്. ഞാനിങ്ങനെ ഒരു മരച്ചോട്ടിലാന്ന് പറയും പോലെ ഞാൻ കുബ്ബന്റെ ചോട്ടിലാന്ന് പറഞ്ഞ് ഫോൺ ചെയ്യരുത്. ഞാനിപ്പോ താങ്കൾ നോക്കി അവിടുന്ന് ഓരോരുത്തർ ഇങ്ങനെ ലൈവിൽ സംസാരിക്കുകയാണ്. പേർക്കാരോട് കണ്ടില്ലേ, ഞാൻ ഇപ്പൊ ഇവിടെ ഉള്ളത്. അപ്പൊ പേർക്കാർ ചേർക്കും, പഠിച്ചോനെ ഇയാളേതോ അയലാ മർത്തബയിലെത്തിപ്പോയി, അയാൾ ഏറ്റവും താഴ്ചയിലുള്ളത്. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വഹാബത്ത് ഇരുന്ന ആ സ്ഥലമാണ് അതൊക്കെ. ഈ 2 സൈഡിലും തോട്ടാണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന മദീനത്തെ പള്ളിന്റെ കുറച്ചിപ്പുറത്ത് കുറെ മാർബൊട്ടിച്ച സ്ഥലല്ലേ, അവിടെ പഴയ കാലത്ത് 2 ഭാഗത്തും തോട്ടങ്ങളാണ്. അതിൽ ഒരു തോട്ടം ഇപ്പോഴും അപ്പുറത്തുണ്ട്. ബനൂ സായിദ ഗോത്രക്കാരെ പന്തലുണ്ടായിരുന്ന, ബനൂ സഖീഫൊക്കെ പന്തലുണ്ടായിരുന്ന ഒരു തോട്ടം അപ്പുറത്തുണ്ട് ഇപ്പോഴും, ചെറിയ രൂപത്തിൽ കാരക്കത്തോട്ടം. ഇപ്പുറത്തും അപ്പുറത്തൊക്കെ കാരക്കത്തോട്ടങ്ങളാണ്. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലമാണ് സ്വഹാബത്തിന്റെ കൂടെ. എന്താണ് അന്ന് അവർ ചെയ്തിരുന്നത്? വളരെ ബഹുമാനത്തോടെ ഇരുന്ന് തങ്ങൾ പറയുന്ന ഹദീസൊക്കെ ശ്രവിച്ച്. എങ്ങനെ ഇരുന്നത്? ഞങ്ങളെ തലക്ക് മീത പക്ഷികൾ വന്നിരിക്കും പോലോത്ത അച്ചടക്കത്തിൽ ഒരേ ഇരുത്തം. നമ്മളെ തലന്റെ മേലെ വെള്ളിയാഴ്ച പള്ളിയിരുന്ന ഒരു പക്ഷി വന്നിരിക്കൂല, ഒരു 8 കാല് പോലും വന്നിരിക്കൂല. കാരണം നമ്മളെ തല നാനാ ഭാഗത്തേക്കും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ തീരെ ഇരിക്കൂല. കാരണം നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ എങ്ങനെ നമ്മളെ പരിപാടി? സലാം വീട്ടിക്കഴിഞ്ഞ എന്താ ഇങ്ങനെ 4 ഭാഗത്ത് നോക്കണ്? ഒരാളെങ്ങാനും ഖുശൂ ഇഖ്ലാസൊക്കെ ഇങ്ങനെ കെട്ടി ഒപ്പിച്ച് നിസ്കരിക്കുന്നുണ്ടാവും. ആ പള്ളിയിൽ കൂടെ 400 ആൾക്കാരും അയാളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ പേടിച്ചോ പഠിച്ചോ, ഇതെന്താ മനുഷ്യന്മാരെന്നായിട്ട് ഇങ്ങനെ. എല്ലാവരും എന്തിനാ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം? അങ്ങനെ സുന്നത്തുണ്ടോ? സലാം വീട്ടിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കണം, സുന്നത്തുണ്ടോ? ആ നിസ്കരിക്കുന്നിടത്തൊക്കെ ഞാൻ നോക്കല്. ഇപ്പൊ ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചിടത്ത് ഞാൻ നോക്കിയപ്പോ എല്ലാവരും തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്തിനാ തിരിഞ്ഞു നോക്കണത്? ആരെങ്കിലും അന്വേഷിക്കാനാണെങ്കിൽ സലാം വീട്ടിട്ട് പള്ളിയിൽ നിന്ന് മൂലം പോകുന്ന സമയത്ത് ചോദിച്ചാൽ പോരെ? ഞാൻ അങ്ങനെ ഏതെങ്കിലും നടുവിലെ പിന്നിലുള്ള ഭാഗത്ത് ആളെ കണ്ടില്ലെങ്കിൽ തിരിഞ്ഞോ നോക്കുക. അപ്പൊ പിന്നുള്ളതും കണ്ട് അല്ലെ, അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന പരിപാടിയില്ലേ? അത് വേണ്ട. എന്തിനാണ് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം? അവിടെ നേർക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലുക, നല്ല ഇഖ്ലാസോടുകൂടെ കാര്യങ്ങളും രൂപങ്ങളൊക്കെ ചൊല്ലുക.
തിരിഞ്ഞോക്കേണ്ട ആവശ്യമില്ല. ഇത് മദീന പള്ളിയിൽ പോയി സുന്നത്തുസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് ഫർദുസ്കാരത്തിലും ജമാഅത്തിലൊക്കെ പങ്കെടുത്ത് അവിടെ ഹുജ്റത്തു ഷരീഫയിലെ സിയാറത്തും കഴിഞ്ഞ് റൗല എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ നിസ്കരിച്ച് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോഴേക്ക് ബഹുമാനം പോയി പോകരുത്. പഴയകാലത്ത് സ്വഹാബത്ത് ഇരുന്ന സ്ഥലമാണ്. അവര് വളരെ വളരെ പതുക്കെ സംസാരിച്ച സ്ഥലമാണ്. അതുകൊണ്ടാണ് ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്ന് ഖുർആനിലെ ആയത്ത് കാണാൻ നമുക്ക് സൂറത്തുൽ ഹുജറാത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശബ്ദത്തിന്റെ മീതെ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. ആ ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നും ആ ബഹുമാനമുണ്ട്. എവിടെ? ബിഹളറത്തി ഖബരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമുള്ള ഖബർ ഷരീഫിന്റെ സമീപത്ത് ഇന്നും ആ ബഹുമാനമുണ്ട്. വഇൻദ ഖിറാഅത്തി ഹദീസിഹി, അവിടുത്തെ ഹദീസ് വായിക്കുന്ന സമയത്തും ഓതുന്ന സമയത്തും ആ ബഹുമാനമുണ്ട്. ലിഅന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ, ജീവിതത്തിൽ എങ്ങനെയാണോ തങ്ങൾക്കുള്ള ബഹുമാനം മരണാനന്തരവും ആ ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾക്ക് സിയാറത്തിന് പ്രത്യേകം നിശ്ചയിച്ച സമയം വരുമ്പോ ഉള്ളിലേക്ക് പോകുന്നവര് അന്യോന്യം സംസാരിക്കരുത്. സ്വലാത്തിൽ മുഴുകണം. അതും സ്വലാത്ത് പതുക്കെ ചൊല്ലണം. അവിടെ എത്തിയിട്ട് മുന്തും തള്ളും ഉണ്ടാക്കരുത്. വളരെ ബഹുമാനത്തോടെ സലാം പറയണം. ഉച്ചത്തിൽ നബിതങ്ങൾക്ക് സലാം പറയാൻ പറ്റുമോ? ഇല്ല. അതിന്റെ പരിസരത്ത് വെച്ച് ഉച്ചത്തിൽ ശബ്ദിക്കാൻ പറ്റുമോ? പറ്റൂല. മസ്അല ചോദിക്കാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് വന്ന അബൂ ജാഫർ എന്ന് പറയുന്ന ഭരണാധികാരി ശബ്ദമൊന്ന് ഉയർത്തി ചോദിച്ചപ്പോ അന്നത്തെ മദീന പള്ളിയിൽ ദർസ് നടത്തുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അബൂ ജാഫർ എന്ന ഭരണാധികാരിയോട് പറഞ്ഞു, നിങ്ങൾ എവിടെ വെച്ചാണ് ഒച്ച വെക്കുന്നത് എന്ന് ഓർക്കണം. എവിടെ വെച്ചാ നിങ്ങൾ ശബ്ദം ഉയർത്തി ചോദിക്കുന്നത് എന്ന് ഓർക്കണം. ഇവിടെ വെച്ച് ശബ്ദം ഉയർത്തരുത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയില്ലേ? ഭരണാധികാരിയുടെ നേർക്ക് നേരെ നോക്കിയിട്ട് ഇമാം മാലിക് തങ്ങൾ അദബ് പഠിപ്പിച്ചു. പിന്നെ ഭരണാധികാരി ഉറക്കെ സംസാരിച്ചിട്ടില്ല. പിന്നെ അവിടെ നിന്ന് പിരിയുന്നത് വരെ പതുക്കെയാണ് സംസാരിച്ചത്. സ്വകാര്യം പറയുന്ന ശബ്ദത്തിലാ സംസാരിച്ചത്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്ന ആയത്ത് ഇറങ്ങിയ ശേഷം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ച് എന്തെങ്കിലും അത്യാവശ്യ വർത്തമാനം തങ്ങളോട് പോയി പറയേണ്ട സാഹചര്യം വന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും തുടങ്ങിയ സ്വഹാബിമാരൊക്കെ കാതിൽ സ്വകാര്യം പറയും പോലെ പതുക്കെയാണ് പോയി പറഞ്ഞിരുന്നത്. അവിടെയാ മുസ്ലിമേ പുറത്തിറങ്ങിയിട്ട് അത്യുച്ചത്തിൽ ശബ്ദത്തിൽ നമ്മൾ കോള് ചെയ്യുന്നത്, അവിടെയാ വീഡിയോ കോള് ചെയ്യുന്നത്. എന്തൊരു ബഹുമാനക്കേടാണ്, എന്തൊരു ആദരവ് കേടാണ്. അവിടെ വെച്ച് അങ്ങനെ ശബ്ദമുണ്ടാക്കാൻ പറ്റുമോ? തങ്ങളെ വഫാത്തിന് ശേഷം പറ്റില്ല. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീബി ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ച ഒരു വീട് ഇന്നും അല്ലാഹു തആല മദീന പള്ളിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീടുകളിൽ നിന്ന് 9 വീടുകളിൽ നിന്ന് ഒരു വീടാണ് അവിടെ ബാക്കിയുള്ളത്. ആ വീട്ടിലല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ താമസിച്ചിരുന്നത്. ഇന്ന് കാണുന്ന രൂപത്തിലല്ല, രൂപഭാവങ്ങൾക്ക് ചെറിയ മാറ്റമുണ്ടെന്ന് മാത്രം. തങ്ങളെ വഫാത്തിന് ശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടൊരു മഹദി ഒരാശാരിയെ കൊണ്ടുവന്ന് വീടിന്റെ ഒരു ഭാഗത്ത് ആണിമേടുമ്പോൾ നല്ല ശബ്ദമുണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആരാണ് അവിടെ ശബ്ദമുണ്ടാക്കുന്നത്? ആരാണ് അവിടെ മേടി ശബ്ദമുണ്ടാക്കുന്നത്? എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അലം തഅലം, നിനക്കറിഞ്ഞൂടെ അന്ന ഹുർമത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യിതൻ കഹുർമതിഹി ഇദാ കാന ഹയ്യാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇപ്പോഴുള്ള ബഹുമാനം ജീവിതകാലത്തുള്ള ബഹുമാനം പോലെയാണ്. തങ്ങൾ ഇവിടെ ഹയാത്തിലുണ്ടെങ്കിൽ ആണിമേടി ഒച്ചയുണ്ടാക്കുമോ?
ഈ രൂപത്തിൽ ഒരു ഉളിയുണ്ടാക്കിയിട്ട് മരത്തിൽ കൊത്തി ഒച്ചയുണ്ടാക്കുമോ? ഇല്ലല്ലോ. അതേപോലത്തെ ബഹുമാനമാണ് ഇന്ന്. അതുകൊണ്ട് ആശാരിയോട് ആണിമേടിയിട്ട് ശബ്ദമുണ്ടാക്കല്ല എന്ന് പറയൂ. ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്നിങ്ങനെ നോക്കി, ആരാണ് ഈ മേടിയിട്ട് ഒച്ച ഉണ്ടാക്കുന്നത്? എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബഹുമാനങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഹയാത്ത് കാലത്ത് എങ്ങനെയാണോ ബഹുമാനം, ഇപ്പോഴും അതേ ബഹുമാനമാണ്. ഇത് പറഞ്ഞാൽ എല്ലാരും ഉൾക്കൊള്ളൂ. ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് മുഅ്മിൻ, ഇത് സ്വീകരിക്കാൻ കഴിയാത്തവനാണ് മുനാഫിഖ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവരങ്ങനെ ബഹുമാനമൊന്നുമില്ല, അങ്ങനെ ബഹുമാനമൊന്നുമില്ല എന്ന് പറയും. അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നും ഖുർആനിൽ എവിടെയും രേഖപ്പെടുത്തിയില്ല. ഖുർആൻ രേഖപ്പെടുത്തിയാണ് നേരത്തെ ആയത്ത് ഓതിയത്, ലാ തർഫഉ അസ്വാതക്കും എന്നുള്ള ആയത്ത്. ആ ആയത്ത് വെച്ച് തെളിവ് പറഞ്ഞ ഞാനല്ല, വലിയ പണ്ഡിതനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ആണ് തെളിവ് പറഞ്ഞത്. ആ ബഹുമാനം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താണ് ഈ കേൾക്കുന്നത്? ഈ കേൾക്കുന്ന ശബ്ദം നിർത്തണം. ഇന്നഹു ലയുദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗത ഹാദൽ ദർബി കമാ യുദീഹി ലൗ കാന ഹയ്യാ. ജീവിതകാലത്ത് ഇങ്ങനെ ഒരു ആണിമേടിയാൽ ആ ശബ്ദം നബിതങ്ങൾക്ക് ബുദ്ധിമുട്ടാകൂലേ? എന്നാൽ ഇപ്പോഴും ആ ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ടങ്ങനെ മേടി ശബ്ദിക്കല്ല. എന്തൊരു ബഹുമാനമാണ് സഹോദരങ്ങളെ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്ന അദബ്. അതല്ലേ മഹാന്മാരായ ആളുകൾ നമുക്ക് പകർത്തി തന്നത്. അതേ രൂപത്തിൽ അത് സ്വീകരിക്കാൻ ഇന്നും കഴിവ് വേണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നമ്മൾ അംഗീകരിച്ചത് പൂർണ്ണാർത്ഥത്തിൽ ശരിയാകുക. തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നതിൽ നമ്മൾ അകന്നു പോകരുത്. നമ്മുടെ ഇച്ഛയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫർളാക്കിയതും സുന്നത്താക്കിയതും വലിച്ചെറിയരുത്. മുനാഫിഖുകൾക്ക് സംഭവിച്ചത് അവിടെയാണ്. ലാലിക ബി അന്നഹും കഫറൂ ബി അന്നഹും ആമനൂ. ആദ്യം അവർ ഈമാൻ ചെയ്തു, ഷഹാദത്ത് കലിമ ചൊല്ലി ഈമാനിലേക്ക് വന്നു. സുമ്മ കഫറൂ, പിന്നെ അവർ ഈമാനിൽ നിന്ന് പിന്തിരിഞ്ഞുപോയി. ഈമാനിൽ നിന്ന് അവർ പിന്തിരിഞ്ഞുപോയി. കുഫറിന്റെ ലക്ഷണമുള്ള വാക്കുകൾ, കുഫറിന്റെ അടയാളമുള്ള പിന്തിരിപ്പൻ ശൈലി, അനുധാവനത്തിൽ നിന്ന് അകന്നു നിൽക്കൽ അവരിൽ നിന്ന് ബോധ്യപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇമാം ഇസ്മായിൽ ഹിത്തി തങ്ങൾ പറയുന്നത്, മുനാഫിഖുകൾ പറയുന്നത് കണ്ടില്ലേ, അവരെ തൊള്ളയിൽ നിന്ന് വന്ന വാക്ക്, നാവിൽ നിന്ന് വന്ന വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തീരുമാനം പറഞ്ഞപ്പോ മുനാഫിഖുകളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഇൻകാനമാ യഖൂലുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെന്താ സ്വലാത്തല്ലാത്തത്? അവര് പറഞ്ഞ വാക്കായതുകൊണ്ടാ സ്വലാത്തല്ലാത്തത്? അല്ല, സ്വലാത്ത് നമുക്ക് എല്ലാം. ഇൻകാനമാ യഖൂലുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖൻ ഫനഹനു ഹമീറുൻ. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞപ്പോ മുനാഫിഖുകളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സത്യാണെങ്കിൽ നമ്മളൊക്കെ കഴുതകളാണ്. ഒരു ഉദാഹരണം തഫ്സീറിൽ പറഞ്ഞ ഉദാഹരണമാണ്. അപ്പൊ ഈ വാക്ക് കൊണ്ട് ഇപ്പൊ എന്ത് വാസനിച്ചു? നേരത്തെ പറഞ്ഞ നശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്നുള്ള വാക്കില്ലേ, അത് സത്യല്ല എന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അത് ഉറച്ച ഈമാനോടെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംസാരം പറയില്ല. പറയോ? ഇങ്ങനത്തെ ഒരു വാക്ക് പറയോ? ഇങ്ങനത്തെ വാക്കാരാ പറയല്? അബൂജഹലും കൂട്ടരാ പറയല്. അതുകൊണ്ടല്ലേ അബൂജഹൽ അള്ളാഹിനോട് വരുന്നത്, അല്ലാഹുമ്മ ഇൻകാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാഇ അവീതിനാ ബിഅദാബിൻ അലീം. ഖുർആൻ ഓതി കൊടുത്തപ്പോ അബൂജഹലിന്റെ ദുആയാണത്. അബൂജഹൽ എങ്ങനെ ദ്വേർക്കേണ്ടത്? സഹോദരങ്ങൾ, ഇത് സത്യമാണെങ്കിൽ ഞങ്ങൾക്കത് സ്വീകരിക്കാനുള്ള തൗഫീഖ് തരണമെന്നല്ലേ ദ്വേർക്കേണ്ടത്. പക്ഷെ അബൂജഹൽ ദ്വേർന്ന അങ്ങനല്ല. പടച്ചോനെ, ഈ ഇറക്കിയ അള്ളാഹിനെ വിളിച്ചാൽ അല്ലാഹുമ്മ ഇൻകാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക, ഈ ഓതിത്തരുന്ന ഖുർആനിന്റെ സൂക്തങ്ങൾ നിന്റെ ഭാഗത്തു നിന്നുള്ള സത്യവചനങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് മേൽ കൽമയ വർഷിക്കണം, എന്നിട്ട് ഞങ്ങൾ നശിപ്പിക്കണം. ആ വീത്തിനാബി അദാബിൻ അലീം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷ തന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണോ ബുദ്ധിയുള്ള ഒരാൾ തീർക്കണ്ടേ? ബുദ്ധിയുള്ള ഒരാൾ തീർക്കണ്ടേ? എങ്ങനെ? ഇത് സത്യമാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരുന്നല്ലേ തീർക്കേണ്ടത്. കുഫർ ഉള്ളിലുള്ളത് കൊണ്ടാണ് അബൂജഹലിന്റെ ദുആ അങ്ങനെ. അതേപോലത്തെ ഒരു കുഫറാണ് ഇവിടെ വാസനിച്ചത്. മുനാഫിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞപ്പോ ആ പറഞ്ഞതൊക്കെ സത്യാണെങ്കിലേ നമ്മളൊക്കെ കൈതകളാണ്. ഇവര് കൈതകളല്ലല്ലോ, മനുഷ്യന്മാരല്ലേ. അപ്പൊ ഇനി തിരിച്ചു വായിച്ചാൽ എന്താ വരിക? ആ പറഞ്ഞ സത്യമില്ല എന്നല്ലേ വരിക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
മറ്റൊരാളെ സംസാരം കേട്ടോ നിങ്ങൾ? തബൂക്ക് യുദ്ധം നടന്നപ്പോ മുനാഫിക്കുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അയത്തുമഉ ഹാദർ റജുലു അൻ യുഫ്തഹ ലഹു ഖുസൂറു കിസ്റാ വ കൈസർ ഹൈഹാത്ത സുമ്മ ഹൈഹാത്ത്. ഈ മനുഷ്യൻ വിചാരിക്കുന്നത് കിസറും കൈസറൊക്കെ മൂപ്പർക്ക് ഫത്ഹായി കിട്ടുന്നാണ്. അതൊന്നും നടക്കാത്ത കാര്യമാണ്. കണ്ടാ, കിസറയും കൈസറൊക്കെ ഫത്ഹായി കിട്ടുന്നു നേർക്ക് നേരെ പറഞ്ഞ ആളാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, നമ്മളൊക്കെ ഉംറക്ക് ഇഹ്റാം കിട്ടുന്ന സ്ഥലമുണ്ട്, ജെറാന എന്ന് പറഞ്ഞ സ്ഥലം അല്ലെ, ജെറാന. ജെറാനയിൽ വെച്ച് പറഞ്ഞു, സുറാഖ നിങ്ങളെ ഈ കയ്യില് കിസ്റ രാജാവിന്റെ വളയിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. സുറാഖത്ത് ബിൻ മാലിക് തങ്ങൾ വെച്ച്, നബിയെ ഈ കയ്യില് കിസ്റ രാജാവിന്റെ അധികാരത്തിന്റെ വള? എന്താ പറയണത്? അതേ സുറാഖ, നിങ്ങളെ ഈ കയ്യിൽ കിസ്റ രാജാവിന്റെ അധികാരത്തിന്റെ വളയിട്ടാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ നടക്കും നബിയെ? അങ്ങനെ നടക്കും. എന്നാ നടന്നത്? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് കിസ്റ ഇസ്ലാമിന്റെ കീഴിൽ വരുന്നത്. കിസ്റ കോട്ട ഇസ്ലാമിന്റെ കീഴിൽ വന്നപ്പോ കോട്ട തുറന്ന ആ വളയെടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഐന സുറാഖത്ത് ബിൻ മാലിക്? സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എവിടെ? സുറാഖത്ത് ബിൻ മാലിക് തങ്ങൾ വന്നപ്പോ ആ വളങ്ങനെ കയ്യിലിട്ട് കൊടുത്തപ്പോ സന്തോഷം കൊണ്ട് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. വർഷങ്ങൾക്ക് മുമ്പ് ജിറാനയിൽ വെച്ച് ഉംറയ്ക്ക് വേണ്ടി വന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്റെ കൈപിടിച്ചിട്ട്, സുറാഖ ഈ കയ്യിൽ കിസ്റ രാജാവിന്റെ വളയണിഞ്ഞാൽ എങ്ങനെയുണ്ടാകും എന്ന് തങ്ങളന്ന് ചോദിച്ചത് ഇന്നും ഞാൻ മായാതെ ഓർക്കുന്നു. സ്വദഖ്ത യാ റസൂലല്ലാഹ്. തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് നബിയെ. കിസ്റയും കൈസറൊക്കെ ഇസ്ലാമിന്റെ കീഴിൽ വരുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോ മുനാഫിക്കുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ചോദിക്കാണ്, കിസ്റയും കൈസറൊക്കെ മൂപ്പലെ ഭരണത്തിന് കീഴിൽ വരുന്നോ? നടക്കാത്ത കാര്യമാണ്, വളരെ വിദൂരമാണ്. സുബ്ഹാനല്ലാഹ്, മക്കക്കാർക്ക് അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂന ഫീ ബിദ്ഇ സിനീൻ. റോം എന്ന് പറയുന്ന രാഷ്ട്രം ഇസ്ലാമിന്റെ കീഴിൽ വരുമെന്ന് പറഞ്ഞപ്പോ മക്കക്കാർ ചിന്തിച്ചിരുന്നു, എന്താ പറയുന്നത്? മക്കത്തുനിന്ന് തങ്ങൾ ഓതിക്കൊടുക്കുമ്പോ റോം ഇസ്ലാമിന്റെ കീഴിൽ വരെ എന്താ കേൾക്കുന്നത്? അക്ഷരാർത്ഥത്തിൽ അത് പുലർന്നില്ലേ സഹോദരങ്ങളെ? അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് നേർക്ക് നേരെ വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ എതിർത്തത്? അതുകൊണ്ടല്ലേ ഈ മനുഷ്യനെ എതിർക്കുന്നത്? ചിലർ ചോദിക്കുന്നില്ലേ, ലോകത്ത് അങ്ങനൊക്കെ സംഭവിക്കുന്നു നബി തങ്ങൾ പറഞ്ഞു, അങ്ങനൊക്കെ ഉണ്ടാകുമോ? ഉണ്ടാകുന്നു തങ്ങൾ പറഞ്ഞാൽ 100% വിശ്വസിക്കാൻ കഴിയണം. ഇതൊക്കെ ആർക്കും സംശയമുണ്ടോ? യൂഫ്രട്ടീസ് നദിയിൽ ഒരു സ്വർണ്ണമല ഇങ്ങനെ പൊന്തി വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്താ നിങ്ങൾ സ്വലാത്തല്ലാത്ത പറഞ്ഞോർപ്പില്ലാത്തോണ്ടാ? ഇമാം മുസ്ലിം നിങ്ങൾ സ്വഹീഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. യൂഫ്രട്ടീസ് നദിയിൽ ഒരു സ്വർണ്ണമല ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ പൊന്തി ഉയർന്നു വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആ ഹദീസ് കേൾക്കുന്ന ഒരാൾ, യൂഫ്രട്ടീസ് നദിയിലോ സ്വർണത്തിന്റെ മല ഇങ്ങനെ പൊങ്ങി വരെ? അങ്ങനെ ഒരു ശക്കുണ്ടോ കൽബില്? അതിന്റെ അർത്ഥം അവന്റെ മനസ്സിൽ നിഫാഖിന്റെ കട്ടിയുണ്ട് എന്നാണ്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവനും പുലർന്നുപോയി. സ്ത്രീകൾക്ക് വലിയ അധികാരവും അവർക്ക് വലിയ സ്വാധീനവും പുരുഷന്മാരെക്കാളും വലിയ മികവും ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് വരുമെന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മക്കയിൽ പോയി നോക്കൂ, കഅബയിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയിട്ട് മസ്ജിദുൽ ഹറാമിന്റെ പുറത്ത്, മുമ്പൊക്കെ ജിദ്ദയിലേക്കും മറ്റു പല ഭാഗങ്ങളിലേക്കും ടാക്സിക്കാരന് വരണോ എന്ന് വന്ന് വിളിച്ചിരുന്നത് പുരുഷന്മാരാണ്. ഇന്നത് വിളിക്കുന്നത് സഹോദരിമാരാണ്. പോയി നോക്കൂ സഹോദരങ്ങളെ, എത്രമാത്രം വലിയ മേൽക്കോയ്മയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ സംവരണത്തിന്റെ പേരിൽ എത്രയാണ് എഴുതി കൊടുത്തത്, എത്രയാണ് മുന്നോട്ട് നിന്നത്. ഇനി സംവരണം നേരെ തിരിച്ചു വരും. 3/4% സ്ത്രീകൾക്കും അതേ 1/4% പുരുഷന്മാർക്കും. അങ്ങനെ വരും ഉസ്താദേ?
അങ്ങനെ വരും. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടം വരുമ്പോ 50 സ്ത്രീകൾക്ക് അൽ ഖയ്യിമുൽ വാഹിദു, ഒരു മേൽനോട്ടക്കാരൻ. ഒരു മേൽനോട്ടക്കാരൻ. എത്ര പെണ്ണുങ്ങൾക്ക്? 50 സ്ത്രീകൾക്ക്. അപ്പൊ സ്ത്രീകളുടെ ശതമാനം കൂടും, പുരുഷന്റെ ശതമാനം കുറയും. അതൊക്കെ നടക്കുമെന്ന് ആശങ്കയോടെ കാണുന്നത്. ഖൽബൊന്ന് നന്നായി ക്ലിയർ ആക്കണം. അങ്ങനെ ഒരു മലക്ക് ഇനി പൊന്തി വരാനുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായി പുലർന്നത് എത്രയാ നമ്മൾ അനുഭവിക്കുന്നത്. തങ്ങൾ പറഞ്ഞില്ലേ, അവസാന കാലഘട്ടത്തിലുള്ള വാപ്പാരും ഉമ്മാരും പറയും, ഈ മക്കളെ പോറ്റുന്നതിനേക്കാൾ നല്ലത് ആരെ പോറ്റലാ നല്ലത്? പട്ടിക്കുട്ടിയെ പോറ്റലാ നല്ലത്. ഇന്ന് ജനങ്ങൾ പറഞ്ഞോ? നാളുകൾ പറഞ്ഞോ? പറഞ്ഞു തുടങ്ങി സഹോദരങ്ങളെ. ഇതിനൊക്കെ പോറ്റാൻ നല്ലതേ നല്ലൊരു ഊട്ടിപ്പട്ടിനെ വാങ്ങിയാൽ, ഒരു 10,000 15,000 കൊടുത്ത് വാങ്ങിയാൽ, എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ ഒരു ശുക്രന്റെ വാലാട്ടലെങ്കിലും ഉണ്ടാവും. അച്ഛനെ പോറ്റിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയും. അങ്ങനെ അവസാനത്തെ ബാപ്പമാര് പറയുമെന്ന് പറഞ്ഞത് ഇന്ന് പുലർന്നു. അവസാനത്തെ ബാപ്പമാര് മക്കളെ കൊണ്ടും മറ്റുമൊക്കെ ദുരന്തങ്ങൾ പേറിയിട്ട് ദുരിതപൂർണമായ ജീവിതത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോ ഖബർസ്ഥാനിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് തന്റെ സഹോദരനും സഹപാഠിയും സുഹൃത്തും കിടക്കുന്ന ഖബർ നോക്കിയിട്ട് അവസാന കാലഘട്ടത്തിലെ ബാപ്പമാര് പറയും, യാ ലൈതനീ മകാനഹു, അയാളെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. 25 വർഷം മുമ്പാണ് എന്റെ സഹോദരൻ മരിച്ചത്, എന്റെ കൂട്ടുകാരൻ മരിച്ചത്. ഞാൻ അന്ന് മരിച്ചിരുന്നെങ്കിൽ എന്റെ മകന്റെ ചീത്ത ഞാൻ കേൾക്കണ്ടില്ലായിരുന്നു. എന്റെ മകൻ അവന്റെ ഉമ്മാനെ, എന്റെ ഭാര്യനെ ചീത്ത വിളിക്കുന്നത് കേൾക്കണ്ടില്ലായിരുന്നു. അവന്റെ ചൊൽപ്പടിക്ക് ഞങ്ങളെ നിർത്തുന്നത് കാണേണ്ടില്ലായിരുന്നു. ആഖിർ സമാനിലെ ബാപ്പമാരങ്ങനെ പറയുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞെങ്കിൽ അത് പുലർന്നു. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞത് മുഴുവനും ലോകത്ത് പുലരും. ഒരു തർക്കമില്ലതില്. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കട്ടി വേണ്ടത്. അതിലെങ്ങാനും സന്ദേഹം ഉണ്ടെങ്കിൽ സുമ്മ കഫറു, ഈമാൻ സ്വീകരിച്ചു ആദ്യം, പിന്നെ കുഫ്രിയത്ത് വാസനിച്ചു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കുഫ്രിയത്ത് അവരിൽ നിന്ന് വാസനിച്ചപ്പോ അല്ലാഹു തആല എന്ത് തീരുമാനിച്ചു? ഫതുബിയ അലാ ഖുലൂബിഹിം ഫഹും ലാ യഫ്ഖഹൂൻ. അവരെ മനസ്സുകൾക്കങ്ങ് സീല് വെച്ചുപോയി. അവരെ മനസ്സിനങ്ങ് സീല് വെച്ചുപോയി. സത്യദർശനങ്ങൾ ഒരുപാടല്ല കാണിച്ചു കൊടുത്തു. പക്ഷേ അത് സ്വീകരിക്കാതെ എതിർപ്പ് പ്രകടിപ്പിച്ചു. അത് ശരിയല്ലെന്ന് പറഞ്ഞു. എല്ലാറ്റിലും സംശയങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ അങ്ങ് ഉന്നയിച്ചിട്ട് മനസ്സങ്ങ് മരവിച്ചപ്പോ അവരെ കൽബുകൾക്ക് സീല് വെക്കപ്പെട്ടുപോയി. ഇനി ഒരിക്കലും അവർ രക്ഷപ്പെടൂല. ثم كفروا فطبع على قلوبهم فهم لا يفقهون. പിന്നെ അവർ സത്യം ഉൾക്കൊള്ളുമോ? സത്യം ഉൾക്കൊള്ളൂല. സ്വീകരിക്കുമോ? സ്വീകരിക്കുകയില്ല. എത്ര ബോധ്യപ്പെട്ടാലും വിശ്വസിക്കൂല. അതുകൊണ്ടാ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്നതിന്റെ, ആദരിക്കുന്നതിന്റെ വർത്തമാനകാലത്തെ ചിത്രം മുമ്പുള്ള മഹാന്മാര് ചെയ്തതുപോലെ ഇന്നും ചെയ്യണമെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു ടീമിന് മാത്രം മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ബോധ്യപ്പെടൂല. കാരണം അവരെ കൽബിൽ ഈമാൻ ഉറക്കാത്തത് കൊണ്ടാ. നിങ്ങൾ നോക്ക്, മദീന വരെ പോകും, മദീന പള്ളിയിൽ നിസ്കരിക്കും, ഉഹദ് കാണും, ഉഹദ് മല കാണും, സിറ്റിയൊക്കെ കാണും. പക്ഷെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സലാം പറയാതെ തിരിച്ചു വരും. തങ്ങൾ എന്താ ഓൽക്ക് ചെയ്ത്? സിയാറത്ത് എന്നതൊരു ബഹുമാനമല്ലേ? ആ ബഹുമാനത്തിന് അവർക്ക് കഴിയില്ല. സ്വഹാബത്തൊക്കെ സ്വീകരിച്ചിട്ടില്ലേ? സ്വീകരിച്ചിട്ടുണ്ട്. തെളിവ് എത്ര നമ്മൾ നിരത്തിക്കൊടുത്താലും അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകൂല. കാരണം അവരെ മനസ്സുകൊണ്ട് ആദ്യമേ അവർ ആത്മകഥം ചെയ്തു കഴിഞ്ഞു. അവരെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് അവർ നീങ്ങിയിട്ട് പറഞ്ഞത് ശരിയല്ല. ആ രൂപത്തിൽ ഒരു സലാം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാലോ അതിന്റെ രൂപഭാവം മാറി, അത് ശിർക്കായി പോയി, അത് ബഹുദേവാരാധനായി പോയി. അതുകൊണ്ട് നമുക്കത് പറ്റൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എത്ര രൂപത്തിലാ നിങ്ങൾ നോക്ക്. തങ്ങൾ പറഞ്ഞു, എന്റെ മക്കത്ത് വന്ന്, മദീനത്ത് വന്ന്, മക്കത്ത് വന്ന് ഹജ്ജ് ചെയ്തിട്ട് എന്നെ ഒന്ന് സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്ന മനുഷ്യൻ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മദീന വിട്ട് മക്കത്ത് കുറെ കാലം താമസമാക്കിയ സ്വഹാബിയാണ് മുത്തബിയുസുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അവരെ മഖ്ബറയും മക്കയിലാണുള്ളത്, ഖബറുള്ളതും മക്കയിലാണ്. ആ മഹാനുഭാവൻ ഹജ്ജ് കഴിഞ്ഞാൽ നേരെ മദീനയിൽ വരും. എന്നിട്ട് തങ്ങളെ സിയാറത്ത് ചെയ്യും. സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്തിട്ട് വീണ്ടും മക്കയിലേക്ക് തിരിച്ചു പോകും. ഇത് സ്വഹാബത്തിന്റെ മഹാന്മാരുടെ സ്വഭാവമാണ്. അതൊരു സുന്നത്തായ അമലാണ്. ഹജ്ജിന് വേണ്ടി 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം 10 ലക്ഷം കെട്ടിവെച്ച് പോയാലും സലാം പറയൂല, ബഹുമാനം കൊടുക്കൂല. കാരണം അവരുടെ മനസ്സിൽ നേരത്തെ ഉള്ള വിശ്വാസത്തിന്റെ സൗന്ദര്യങ്ങളൊക്കെ അവർ നീക്കി. ആദ്യം ഒരു വിശ്വസിച്ചിരുന്നു, നല്ല നിലപാടിലായിരുന്നു, അതൊക്കെ വേണമെന്നായിരുന്നു. സുമ്മ കഫറു, പിന്നെ അവർ നിഷേധാത്മക ചിന്തകൾ സ്വീകരിച്ചു. അത് ശരിയല്ല, ഇത് ശരിയല്ല, മറ്റേത് ശരിയല്ല, തെളിവൊക്കെ എത്ര കിട്ടിയിട്ടും ശരിയല്ലെന്ന് തീരുമാനിച്ചപ്പോ അള്ളാഹ് പറഞ്ഞു ഇനി അവര് മാറൂല. ഫതുബിഅ അലാ ഖുലൂബിഹിം, അവരെ മനസ്സുകൾക്ക് സീൽ വെക്കപ്പെട്ടു പോയി. ഇനി അവർ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ വേണ്ട. ഫഹും ലാ യഫ്ഖഹൂൻ, സത്യം എത്ര ഓതിക്കൊടുത്താലും അവർക്കത് ബോധ്യപ്പെടൂല, അവരത് വിശ്വസിക്കൂല, ശരിയാണെന്ന് സമ്മതിക്കൂല. കാരണം മനസ്സിൽ കറ വീണുപോയി, അള്ളാഹുവിന്റെ സീല് വീണുപോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ചിലര് പറയും അള്ളാഹു തആല സീല് വെച്ചിട്ടല്ലേ നന്നാകാത്തത്. അല്ല, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ആൾക്കാര് പറയും നമ്മൾ സത്യം ഉൾക്കൊള്ളാതിരുന്നത്, നമുക്ക് അശ്രദ്ധ വന്നത്, അള്ളാഹു നമ്മളെ കൽബിലുണ്ട് സീല് വെച്ചപ്പോ അങ്ങനെ ആയതല്ലേ. അല്ല, ഈ സീല് അള്ളാഹുവിൽ നിന്ന് വരുന്നതിന്റെ മുമ്പ് അവരെ സ്വഭാവവും അവരെ സമീപനവും അവരെ പ്രവർത്തനവും മോശമായിട്ടുണ്ട്. സത്യത്തോടുള്ള അവഗണന നന്നായി ഉറച്ചിട്ടുണ്ട്. അത് നല്ലോണം അങ്ങോട്ട് ഉറച്ചപ്പോൾ, അതിന്റെ കട്ടിയങ്ങ് കൂടിയപ്പോൾ അള്ളാഹു അവരെ മനസ്സിൽ ആകെ സീല് വെച്ചുപോയി. അപ്പൊ കാരണക്കാര് അവര് തന്നെയാണ്. ദൃഷ്ടാന്തങ്ങളും തെളിവുകളും എത്ര കണ്ടിട്ടും സ്വീകരിക്കാതെ മുഴുവനും അവഗണിച്ച് തള്ളിയപ്പോ മുനാഫിഖുകളെ കൽബിനെ അല്ലാഹു സീല് വെച്ചുപോയി. ഫഹും ലാ യഫ്ഖഹൂൻ, കൽബിനങ്ങ് സീല് വെച്ചു പോയാൽ പിന്നെ സത്യം മനസ്സിലാക്കൂല. മിഥ്യ തന്നെയാണ് ശരണം, അത് തന്നെയാണ് ശരി, അത് തന്നെയാണ് ശരി, തെളിവെത്ര കിട്ടിയാലും സ്വീകരിക്കൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ബിദ്അത്തിലും നിഫാഖിലൊക്കെ കട്ടിപിടിച്ചിരിക്കുന്ന ആളുകൾ 100 കണക്കിന് 1000 തെളിവുകൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലും ലാസ്റ്റ് അവര് പറയും ഒന്നുകൂടി ചിന്തിക്കണം എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ പറയുക? അത് സ്വീകരിക്കാൻ സന്നദ്ധതയില്ല, കഴിയൂല. ഫഹും ലാ യഫ്ഖഹൂൻ അല്ലാഹു തആല പറഞ്ഞ അവിടെയാണ്, ഉൾക്കൊള്ളൂല. കാരണം അവർ തെരഞ്ഞെടുത്തു പോയി, ബാത്തിലിനെ അവർ സ്വീകരിച്ചു പോയി. അതുകൊണ്ട് ഇനി സത്യം ഉൾക്കൊള്ളാനോ സത്യത്തിന്റെ അടയാളങ്ങൾ പരതാനോ അത് കേൾക്കാനോ അവരെ കിട്ടൂല. അപ്പൊ മുനാഫിഖുകളുടെ സ്വഭാവം, മുനാഫിഖുകൾക്ക് വന്ന പ്രശ്നം, അള്ളാഹുവിന്റെ റസൂലാണെന്നൊക്കെ അവരെ അംഗീകരിച്ച് നബിതങ്ങളെ മുന്നിൽ വന്ന് ആണയിട്ട് പറഞ്ഞെങ്കിലും അവരെ ഉള്ളിൽ വിശ്വാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. സത്യമായ മാർഗങ്ങളിലേക്ക് അവർ തങ്ങളവരെ ക്ഷണിച്ചാൽ അവർ ഇഷ്ടത്തിനനുസരിച്ച് അവർ മാറും, തക്കം നോക്കിയിട്ട് അവർ മാറും. എന്നിട്ട് പിന്നെ അതിന് പല ന്യായങ്ങളും അവർ പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിക്കാൻ വേണ്ടിയിട്ട്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവരെ വാക്കിനെ സംബന്ധിച്ച് ആ രൂപത്തിൽ പറഞ്ഞത്. നിങ്ങൾ നോക്ക്, നഷ്ഹദു ഇന്നക റസൂലുള്ളാഹ് എന്നൊരു കൂട്ടർ വന്ന് പറയുമ്പോ അവരങ്ങനെ പറഞ്ഞില്ലേ ഓൾറെഡി? ഇനി അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുക. അങ്ങനെ കൊടുക്കേണ്ട നബിയെ. അപ്പറഞ്ഞു വന്ന ആൾക്കാര് ദുരുദ്ദേശമുള്ളവരാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി, മദീനയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും എതിരെ തങ്ങളെയും സ്വഹാബത്തിന്റെയും പദ്ധതിയൊക്കെ തകർക്കാൻ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു കൂടിയാലോചന നടത്താന്ന് ജൂതന്മാർ ചിന്തിച്ചില്ല, ക്രിസ്ത്യാനികൾ ചിന്തിച്ചില്ല. പക്ഷെ അത് ചിന്തിച്ചവരാണ് മുനാഫിക്കുകൾ. അവർ പള്ളിയാണ് ഉണ്ടാക്കിയത്. ആ പള്ളിന്റെ ഉദ്ഘാടനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കണം. നബിനെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള മേൽവിലാസത്തിൽ ബാക്കിയൊക്കെ ചെയ്യാലോ. പക്ഷെ എന്തായിരുന്നു അവരുടെ ഗൂഢാലോചന? അതിന്റെ ഉള്ളിൽ എന്തായിരുന്നു അവരുടെ തീരുമാനം? ഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അള്ളാഹുവിനും എതിരാളികളായി വരുന്ന ആളുകൾക്കൊക്കെ ഇരിക്കാനും വിശ്രമിക്കാനും അവരെ സൂക്ഷിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കേന്ദ്രം.
അതിനാ തയ്യാറാക്കിയിരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് പൊളിച്ചു നീക്കാൻ വേണ്ടി ഉത്തരവിട്ടത്. സ്വഹാബത്ത് അത് പൊളിച്ചു കളഞ്ഞത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം. അതാണ് അല്ലാഹു തആല ഇതിൽ പറഞ്ഞത്. നാവ് കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫസദ്ദു അൻ സബീലില്ലാഹ്, അവരെ ഉള്ളിലിരിപ്പ് മോശമാണ്. നബിതങ്ങളെ സ്വീകരിക്കാൻ പൂർണ്ണാർത്ഥത്തിൽ അവർക്ക് കഴിയൂല. ആ പറഞ്ഞ വാക്കിലേ കഴിയുള്ളൂ. പിന്നെ ആളുകളൊക്കെ ഒന്ന് മുസ്ലിമാണ് എന്ന് കരുതിക്കോട്ടെ, നമ്മൾ മുസ്ലിമാണ് എന്ന് ഉറപ്പിച്ചോട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവരും നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ഇവരും നിസ്കരിക്കും, എല്ലാവരും നോമ്പോൽക്കുന്ന കൂട്ടത്തിൽ ഇവരും നോമ്പോൽക്കും, എല്ലാവരും ചില സുഹൃത്തുക്കളോ ചെയ്യുന്ന കൂട്ടത്തിൽ ഇവരും ചെയ്യും. പക്ഷെ ഉള്ളിൽ ഉറച്ച രീതിയിലുള്ള ചെയ്യലല്ല അത്. അങ്ങനെ ചെയ്യുന്നുവാണെങ്കിൽ ഒരൊറ്റ തീരുമാനത്തെയും അവഗണിക്കൂല, ഒരൊറ്റ ബഹുമാനത്തെയും എതിർക്കൂല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് സ്വീകരിച്ചതുപോലെ ബഹുമാനിച്ചതുപോലെ, ഇമാമിയങ്ങൾ സ്വീകരിച്ചതുപോലെ ബഹുമാനിച്ചതുപോലെ ബഹുമാനിക്കാനും സ്വീകരിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്താണ്. നിങ്ങൾ നോക്കി, നമ്മളെ നാട്ടില് പലയിടത്തും സ്വലാത്തിന്റെ മജ്ലിസ്, നമ്മളെ മഹലിലൊക്കെ സ്വലാത്ത് മജ്ലിസ് ഇല്ലേ ഉണ്ട്. അത് ചിലയിടത്തൊക്കെ സ്വലാത്തുന്നാരി ഉണ്ട് അല്ലെ? സ്വലാത്തുന്നാരി അല്ലേ? നമുക്കൊക്കെ സ്വലാത്തുന്നാരി പതിവായി ചെല്ലുന്ന പതിവുള്ളതാണ്. ഈ സ്വലാത്ത് മജ്ലിസിനും സ്വലാത്തുന്നാരിനും ഇവിടെ എതിർത്തൊരു കൂട്ടരാരാ നമ്മുടെ നാട്ടില്? ഹൈന്ദവരെതിർത്തോ? ക്രൈസ്തവരെതിർത്തോ? ഇല്ലല്ലല്ല. എന്റെ നാട്ടില്, ഞാൻ ജനിച്ച നാട്ടില് അവിടെ വന്ന് ദിക്ർ സ്ഥാപിച്ച മഹാനാണ് ചാപ്പനങ്ങാടി ബാപ്പുസ്താദ്. അള്ളാഹു ദറജേറ്റി കൊടുക്കട്ടെ. ആ ദിക്റിന്റെ വാർഷികത്തിനും ദിക്റിന്റെ ഓരോ മജ്ലിസിനും ദ്വാരക്കണം എന്ന് പറഞ്ഞ് നേർച്ച കൊടുത്തയക്കുന്നു സഹോദര സമുദായങ്ങളൊക്കെ. ഇപ്പോഴും വലിയ ബഹുമാനാണ് അവർ. പക്ഷെ ആ സ്വലാത്തിനും ആ മജ്ലിസിനൊക്കെ എതിർത്ത കൂട്ടരാരാ? നിങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരു ടീം തന്നെ. അവർക്ക് കണ്ടൂടാ. സ്വലാത്തുൻ നാരിയ എന്നുള്ളതിന് ഓല അർത്ഥം വെച്ചാൽ നരകത്തിലേക്ക് കൊണ്ടുവന്ന സ്വലാത്ത് എന്ന് അർത്ഥം വെച്ചത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ സ്വലാത്തിനെ പറ്റി മറ്റു ചില നാടുകളിലൊക്കെ പറയുന്ന പേര് സ്വലാത്തു തഫ്രീജിയ എന്നാണ്. നരകത്തിൽ നിന്ന് കാവൽ നൽകുന്ന ഒരു സ്വലാത്താണത്. പക്ഷെ അവർ നേരെ തിരിച്ചർത്ഥം വെച്ച് പരിഹാസാണത്. സ്വലാത്തിന് എന്തിനാണ് അവർ എതിർക്കുന്നത്? സ്വലാത്ത് കൊണ്ട് സഹോദരങ്ങളെ മുഅ്മിനീങ്ങൾക്ക് വലിയ ബഹുമാനവും ഹബീബായ തങ്ങളെ ശഫാഅത്തും ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുകയാണ്. അത് സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സ്വലാത്തിനെ എതിർക്കുന്നത്. എന്നിട്ട് അവർ പറയും, സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഒരു സ്വലാത്തേ പറ്റൂ, സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലണം, അതേ പറ്റുള്ളൂ. എന്നാ പിന്നെ ലോകത്ത് വലിയ വിവരമുള്ള ഒരു മഹാനെ പറഞ്ഞുതരാം. നമ്മളൊക്കെ അംഗീകരിക്കുന്ന, നമ്മളൊക്കെ അനുധാവനം ചെയ്യുന്ന ഇമാമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ കിതാബ് റിസാലയിൽ എഴുതിയ ഒരു സ്വലാത്ത് കൊണ്ടാണ് ഷാഫി ഇമാം തങ്ങൾക്ക് വലിയ സ്ഥാനം അല്ലാഹു സ്വർഗത്തിൽ കൊടുത്തത്. വഫാത്തിന് ശേഷം ഷാഫി ഇമാം തങ്ങൾ ശിഷ്യന്മാർ കണ്ടപ്പോ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോ, അള്ളാഹു എനിക്കൊക്കെ പുറത്തു തന്നു, വലിയ സ്ഥാനം തന്നു. പുതിയാപ്പിളനെ, ഒരു കല്യാണത്തിൽ വന്ന പുതിയാപ്പിളയെ, ഒരു വരനെ ബാക്കിയുള്ളവരെ കാനയിച്ചു കൊണ്ടുപോകും പോലെ മലക്കുകൾ എന്നെ പുതുമാരനായി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. എന്താണ് മഹാനവറുകൾ എഴുതിയ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു الذാകിറൂന അദദ മാ ദക്കറഹു الذാകിറൂന വഅദദ മാ ഗഫല അൻഹുൽ ഗാഫിലൂൻ. എന്താണ് നമസ്കാരത്തിലുള്ള സ്വലാത്ത്? എത്ര അർത്ഥമുള്ള സ്വലാത്താന്ന് പറയും സ്വലാത്ത്. ഈ ഒരു സ്വലാത്ത് കിതാബു റിസാലയിൽ എഴുതിയത് കൊണ്ട് അല്ലാഹു തആല കൊടുത്ത ബഹുമാനം എത്ര വലിയ ബഹുമാനമാണ്. അപ്പൊ സഹോദരങ്ങളെ, ഒരു സ്വലാത്തിനെയും എതിർക്കേണ്ടതില്ല. അത് എതിർക്കുന്ന ആളുടെ ഈമാനാണ് പ്രശ്നം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സ്വലാത്ത് എഴുതിയിട്ട് ഇത്രയും വലിയ സ്ഥാനമാണ് ഷാഫി ഇമാം തങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവഗണന, തങ്ങളെ അനുധാവനം ചെയ്യുന്നതിൽ നിന്നുള്ള പിന്തിരിപ്പ്, തങ്ങൾക്കെതിരായി പ്രവർത്തിക്കുക, ഇതാണ് നിഫാഖിന്റെ സ്വഭാവങ്ങളായി മുനാഫിഖൂൻ സൂറത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങൾ നമുക്ക് പറയാം. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ.